ഇന്ന് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് ഞാൻ എടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ്. അനോയിന്റിങ്. Can you please say that word? Holy Spirit anointing. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട്. Can you please read, Pastor? നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. Oh God anointed Jesus. Wow, praise the Lord. Can you please say that word? ആ വാക്കൊന്ന് പറയാമോ? Anointed Jesus. Anointed Jesus. ക്രിസ്തു എന്ന അഭിഷിക്തൻ. ഹല്ലേലൂയ. അഭിഷേകമുള്ളവരെ വെറുക്കുന്നെങ്കിൽ ആദ്യം നീ വെറുക്കേണ്ടത് യേശുവിനെയാണ്. അഭിഷേകമുള്ളവരെ തിരസ്കരിക്കുന്നെങ്കിൽ ആദ്യം തിരസ്കരിക്കേണ്ടത് യേശുവിനെയാണ്. ബിക്കോസ് he was anointed. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിഷിക്തൻ എന്നാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ്? ദ ക്രൈസ്റ്റ് മീൻ അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിന്റെ ശുശ്രൂഷയിൽ അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരെ വിടുവിച്ചു, അനേകരെ സൗഖ്യമാക്കി. പക്ഷേ അനേകരെ സൗഖ്യമാക്കുവാൻ, നന്മ ചെയ്യുവാൻ, പൈശാചിക ശക്തി ബാധിച്ചവരെ വിടുവിക്കുവാൻ അവന്റെ അഭിഷേകം അവന്റെ മേലുണ്ടായിരുന്നു. അത് യേശു കർത്താവ് ദേവാലയത്തിൽ നിന്ന് പരസ്യമായി ഡിക്ലെയർ ചെയ്തു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ ഒരു തിരുവെഴുത്തിനെ കർത്താവ് എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് കർത്താവിന്റെ കൊടുത്തപ്പോൾ അവൻ ആ പുസ്തകം നിവർത്തി. എന്നിട്ട് വായിച്ചു, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇന്ന് ഏതെങ്കിലും സുവിശേഷകന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടെങ്കിൽ ഈ ഭാഗം ശ്രദ്ധിക്കണം. സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. സുവിശേഷം അറിയിക്കാൻ, കർത്താവിൻ്റെ വേല ചെയ്യാൻ നിനക്ക് വേണ്ടത് അറിവല്ല, അഭിഷേകമാണ്. അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇത് കർത്താവ് വായിച്ചിട്ട് സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് പറയട്ടെ. പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ അവിടെ പരാമർശിച്ചു പഴയ നിയമഭാഗത്തിൽ നിന്ന്. എന്നിട്ട് പുസ്തക ചുരുൾ അടച്ചിട്ട് പറഞ്ഞു, ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ആ അഭിഷിക്തൻ വന്നു കഴിഞ്ഞു. യേശു ക്രിസ്തു അഭിഷിക്തനായിരുന്നു. അവൻ അഭിഷേകം ചെയ്യുന്നവനാണ്, അവൻ അഭിഷിക്തനാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരെണ്ണം പറയാം. യേശുക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. യേശുവാണ് നമ്മുടെ മാതൃക. അവൻ സകലത്തിലും നമുക്ക് മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. എബ്രായർ 3:1 പൗലോസ് പറയുന്നു, പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ചു നോക്കുക യേശുവിനെ. എബ്രായർ 12:1 അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ, ഫിനിഷറായ, ഓഥറായ യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക.
യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ നോക്കുക. യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശുവിനെ ഒന്ന് നോക്കിയാൽ യേശുവിൽ കാണാൻ കഴിയുന്നത് പിതാവായ ദൈവം തൻ്റെ മേലിലിട്ട അതിശക്തമേറിയൊരു അഭിഷേകത്തെയാണ്. ഹല്ലേലൂയ. ആ അഭിഷേകത്തിന്റെ മുൻപിലാണ് പൈശാചിക ശക്തികൾ അലറി വിളിച്ചത്. ആ അഭിഷേകത്തിന്റെ മുൻപിലാണ് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ഉണ്ടായത്. ആ അനോയിന്റിംഗ് ആണ് അപ്പമീനുകളെ വർദ്ധിപ്പിച്ചത്. ആ അനോയിന്റിംഗിന്റെ, ആ അഭിഷേകത്തിന്റെ ശബ്ദമാണ്, ദൈവപുത്രന്റെ സൃഷ്ടാവിന്റെ വോക്കലാണ്, വോയിസ് ആണ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു മാതൃകയാകട്ടോ. യേശു ദൈവമാണ്. യേശു ദൈവത്തിന്റെ പുത്രനാണ്. അവൻ നമുക്ക് അഭിഷേകത്തെ നൽകുന്നവനാണ്. പക്ഷെ പിതാവായ ദൈവത്തിൽ നിന്നും ആ അഭിഷേകത്തെ സ്വീകരിച്ച് ഈ ഭൂമിയിൽ അതിശക്തമേറിയ ശുശ്രൂഷ കാഴ്ചവെച്ച കർത്താവ് എന്താ നമ്മെ പഠിപ്പിച്ചെന്നറിയാമോ? അവന്റെ ആത്മാവില്ലാതെ, അവന്റെ അഭിഷേകമില്ലാതെ നിനക്കൊന്നും അവന്റെ രാജ്യത്തിൽ ചെയ്യാൻ കഴിയുകയില്ല. അത് വളരെ വ്യക്തമായി തെളിയിക്കുന്ന ഒരു പശ്ചാത്തലം തിരുവെഴുത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനത് വായിപ്പിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് യേശു കർത്താവ് ദേവാലയത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായ സാഹചര്യത്തിൽ കർത്താവ് അവരോട് പറയുവാനായിട്ട് ഇടയായി. മത്തായിയുടെ സുവിശേഷം 12:28 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദയവായി വായിക്കാം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നു തീരിക്കുന്നു സ്പഷ്ടം. യേശു കർത്താവ് ദേവാലയത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഭൂതം വെളിപ്പെട്ടു. അത് അലറി വിളിച്ചു. യേശു അതിനെ ശാസിച്ചു, റെബ്യൂക്ക് ചെയ്തു. അത് അവനിൽ വിട്ടുപോയി. ഉടനെ ആലയത്തിലിരുന്നവർ പലരും പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നത്. പക്ഷേ യേശു അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവാത്മാവിനാൽ. But if I cast out devil by the Spirit of God, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഭൂതത്തെ പുറത്താക്കുവാൻ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, അഭിഷേകം വേണമായിരുന്നെങ്കിൽ, അങ്ങനൊരു മാതൃക ഈ ഭൂമിയിൽ യേശു കാണിച്ചെങ്കിൽ, സഹോദര സഹോദരി, നിങ്ങൾക്ക് എത്ര അധികം അപ്പോസ്തലന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച ഓർഡിനേഷൻ പോരായിരുന്നു. അപ്പോസ്തലന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ അവർ വ്യക്തമായി അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട അത്ഭുതങ്ങൾ പോരായിരുന്നു. അപ്പോസ്തലന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ അവർ കേട്ട കുറെ കേട്ടറിവുകൾ പോരായിരുന്നു. അപ്പോസ്തലന്മാർക്കും ശുശ്രൂഷ ചെയ്യുവാൻ ഒരു മാളിക മുറി വേണമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയധികം. തിരസ്കരിക്കരുത്, അവഗണിക്കരുത് ദൈവശക്തിയെ. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതവും ആത്മീയ ശുശ്രൂഷയും സാധ്യമല്ല. വാട്ട് ഈസ് ദ റീസൺ? മിനിസ്ട്രി ഈസ് നോട്ട് an arranged program. Ministry, the Lord's ministry is the power of God. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് എഴുതിയുണ്ടാക്കിയ ഒരു പ്രോഗ്രാം അല്ല. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. ഇത് പൗലോസ് വെളിപ്പെടുത്തി. ഞങ്ങളുടെ ശുശ്രൂഷ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രദർശനമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ഇത് പവർ ഓഫ് ഗോഡ് ആണ്, ദൈവശക്തിയാണ്. ഈ ദൈവശക്തിയെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ യേശു കർത്താവിന്റെ മേളിൽ ഈ അഭിഷേകമുണ്ടായിരുന്നു. അതാണ് യേശുവിനെ വ്യത്യസ്തനാക്കിയത് കേട്ടോ. ശത്രുക്കളെ ഉണ്ടാക്കിയതും അതാണ്. ഈ പരീശന്മാരും ശാസ്ത്രിമാരുമെല്ലാം അന്നത്തെ കാലത്ത് യേശുവിനോട് ഭയങ്കര അസ്വസ്ഥരായതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. എന്താണ് കാരണം? പുരുഷാരം അവൻ്റെ പിന്നാലെയായി പോകുന്നു. നമുക്ക് ന്യായപ്രമാണമൊക്കെ അറിയാമെങ്കിലും അവൻ്റെ അത്രയും ഫോളോവേഴ്സ് നമുക്കില്ല. ജനം അവനെ സ്നേഹിക്കുന്നു, ജനം അവനെ അനുഗമിക്കുന്നു. നമ്മളെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ ഒറ്റയ്ക്ക് നിന്ന് സകല കാര്യങ്ങളും അതിശക്തമായി ചെയ്യുന്നു. അവരസ്വസ്ഥരായി. ക്രിസ്തു എന്ന അഭിഷിക്തൻ അനുഭവിച്ചതിൻ്റെ അത്രയും അപമാനവും പീഡനവും കഷ്ടതകളും അനുഭവിച്ച ഒരു അഭിഷിക്തന്മാരും ഒരു കാലഘട്ടത്തിലും ഇല്ല. കൊന്നു കളഞ്ഞില്ലേ?
കൊന്നു കളഞ്ഞില്ലേ? അതിനപ്പുറത്ത് എന്നാ ചെയ്യേണ്ടിയേ? അടിച്ച് തകർത്തില്ലേ? കാർക്കിച്ച് തുപ്പിയില്ലേ മുഖത്ത്? വാട്സാപ്പിനകത്തിട്ട ഒരു മെസ്സേജ് ആണോ അത്? കാർക്കിച്ച് മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞാൽ കർത്താവ് അനുഭവിച്ചതുപോലെ ആരനുഭവിച്ചു? അപ്പോസ്തലന്മാർ അനുഭവിച്ചതുപോലെ ആരനുഭവിച്ചു? ദൈവജനമേ, പരിശുദ്ധാത്മാവിനെ കൂടാതെ, ദൈവിക അഭിഷേകം കൂടാതെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. ഞാൻ 3 കാര്യങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചു. എക്സ്പ്ലെയിൻ ചെയ്തില്ല. 3 പോയിന്റുകൾ. ഹൗ ടു റിസീവ് ദി അനോയിന്റിംഗ് ഓഫ് ഗാഡ്. എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും? എങ്ങനെയാണ്, ഏത് വഴിയാണ് പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുന്നത്? പ്രാരംഭമായി ഒരു കാര്യം, ഒരു വാക്യം വായിക്കാതെ എനിക്കത് തൊടാൻ പറ്റില്ല. കാരണം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റെവലേഷനാണ്. റെവലേഷനേക്കാൾ ഉപരിയായി ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ തന്നത് യോഹന്നാനാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഭിഷേകം നിങ്ങൾക്ക് തരുന്നത് ദൈവമാണ്. നിങ്ങളെ അനോയിന്റ് ചെയ്യുന്നത് ഒരു സംഘടനയല്ല. നിങ്ങളെ അഭിഷേകം ചെയ്യുന്നത് ഒരു മനുഷ്യനല്ല. ഈ ഭൂമിയിലെ ഒരു മനുഷ്യർക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ പണത്തിന് അതിനെ വേടിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അത് ശാപകാരണമാണ്. ഏറ്റവും വിലപ്പെട്ട തൻ്റെ ആത്മാവിനെ നമുക്ക് തരുന്നത് ദൈവം തന്നെയാണ്. അവനിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും, അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിപ്പീൻ. ആദ്യം ആ ചിന്ത അകത്തുണ്ടാകണം. പ്രൈസ് ഗോഡ്. അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് ദൈവമാണ്. പക്ഷേ അത് നമ്മിലേക്ക് വരുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. 3 കാര്യം മാത്രം പറയാം. നമ്പർ 1 ഈസ് ഫെയ്ത്ത്. നമ്പർ 2 hunger or thirst. Number 3 proper association. 3 കാര്യങ്ങൾ that is important. Number 1, ഒന്നാമത്തെ കാര്യം വിശ്വാസം. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുവാൻ, ആത്മശക്തിയിൽ നിറയപ്പെടുവാൻ നമുക്കൊന്നാമതുണ്ടാകേണ്ടത് വിശ്വാസമാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ആ വാക്കൊന്ന് വാ തുറന്ന് പറയാമോ? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒഴുകുന്ന ജീവജലത്തിന്റെ നദി. ഈ ആത്മശക്തി ഒഴുകുന്നത്, ഈ നദി ഒഴുകുന്നത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ്, വിശ്വസിക്കുന്നവനിലേക്കാണ്. എന്നിട്ട് കർത്താവ് 39-ാമത്തെ വാക്യത്തിൽ കുറച്ചും കൂടെ അത് വ്യക്തമാക്കി പറയുന്നു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന, സ്വീകരിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വിമർശിക്കുന്നവർക്കല്ല, വിധിക്കുന്നവർക്കല്ല, അളക്കുന്നവർക്കല്ല, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഒറ്റ കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ, ബിലീവ്.
വിശ്വസിക്കുക, വിശ്വസിക്കുക. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ എഫെസോസിലെത്തിയ സമയത്ത് ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് 2-ാം വാക്യത്തിൽ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അതിന്റെ മറുപടി അവരെന്താ പറഞ്ഞെന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 19:2 അവർ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനൊരു സമൂഹമുണ്ട്, ഇന്നുമുണ്ട്. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നാം ജീവിക്കുന്ന ഭാരതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തികളെയും കുറിച്ച് അറിവില്ലാത്തവർ, കേട്ടിട്ട് പോലും ഇല്ലാത്ത ലക്ഷോപലക്ഷം ജനമുണ്ട്. സഭയെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ജനമേ, അവരിലെല്ലാം ഈ ദൈവത്തിൻ്റെ ആത്മാവ് വരണ്ടേ, വരണം. അവരിതറിയണം. പക്ഷേ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അതാണ് 2-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ചോദിക്കുന്നത്. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കളിയാക്കിയാൽ ഒക്കുകയില്ല, കളിയാക്കിയാൽ അതിന് ക്ഷമ കിട്ടുകയില്ല എന്ന വചനമാണ് എനിക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. വിമർശിച്ചാൽ നടക്കില്ല. വിശ്വസിക്കണം, ആഴമായി വിശ്വസിക്കണം. വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. എനിക്കൊരു ഉറപ്പുണ്ടാകണം, തൃത്വത്തിൽ 3-ാം ദൈവമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട് എന്ന്. പിതാവായ ദൈവം തിരുവായ്മൊഴിഞ്ഞു പറഞ്ഞ സത്യങ്ങളെ നിഴലായതിനെ പൊരുളാക്കുവാൻ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. പുത്രനായ ക്രിസ്തു തൻ്റെ ക്രൂശ് മരണം അടുത്ത സാഹചര്യത്തിൽ, തൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് അതിൻ്റെ സമയം നാഴിക വന്നു എന്ന സാഹചര്യം താൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു, കാര്യസ്ഥൻ നിങ്ങളിൽ വരും. സകല സത്യത്തിലും വഴി നടത്തുന്ന എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേലാക്കി വയ്ക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ, ആ സഹായപ്രദനെ കൂടാതെ നിങ്ങൾ സഞ്ചരിക്കരുത്, നിങ്ങൾ ചുവടുവെക്കരുത് എന്ന സത്യം, യാഥാർത്ഥ്യം യേശു ആ കാലഘട്ടത്തെ സമൂഹത്തോട് വ്യക്തമാക്കി നമ്മോട് അറിയിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതവർക്ക് വിശ്വസിക്കാൻ പറ്റി. അതവർക്ക് വിശ്വസിക്കാൻ പറ്റിയതുകൊണ്ടാണ് ആ കാണാത്ത കാര്യത്തെക്കുറിച്ചുള്ള നിശ്ചയം അകത്ത് കിട്ടിയത് കൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ആ വാഗ്ദത്തത്തിനു വേണ്ടി അവർ 120 പേർ ഒരുമനപ്പെട്ട് ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടി വന്ന് കാത്തിരുന്നത്. വിശ്വസിക്കാൻ പറ്റാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റെടുക്കാതെ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. വിശ്വസിച്ചത് ഏറ്റെടുത്ത ആ ഒരു സമൂഹത്തിന് മാത്രമാണ് അത് സ്വായത്തമാക്കുവാൻ കഴിഞ്ഞത്, സ്വീകരിക്കുവാൻ കഴിഞ്ഞത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, ദൈവശക്തി നിങ്ങളുടെ മേൽ വരുവാൻ. ചില ആൾക്കാർ പറയാറുണ്ട്, ദൈവത്തിൻ്റെ ദാസനെ, എൻ്റെ വലിയൊരു ആഗ്രഹമായി എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന്, പുതുഭാഷയിൽ സംസാരിക്കണമെന്ന്. സഹോദര, സഹോദരി, അതിനെന്താ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ? മർക്കോസ് 16:17 വായിച്ചിട്ടുണ്ടോ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവിടെ എഴുതിയിരിക്കുന്നു, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ആരാണ് പുതുഭാഷകൾ സംസാരിക്കുന്നത്? പ്രത്യേകമായി 3 കൊല്ലത്തെ ഡോക്ടറേറ്റ് എടുത്തവരോ, ഏതെങ്കിലും ഒരു പ്രത്യേക കോഴ്സിന് ജോയിൻ ചെയ്തവരോ, അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും കർമ്മ, ആചാര, മത അനുഷ്ഠാനങ്ങൾ നടത്തിയവരോ അല്ല. വിശ്വസിക്കുന്നവർ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ,
അവന്റെ ആത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, നിഴലായതിനെ പൊരുളാക്കാൻ പുത്രൻ ഈ ഭൂമിയിൽ വന്നെങ്കിൽ, മനുഷ്യ സഹോദര സഹോദരി, സഭയെ ഒരുക്കുവാൻ, തൻ്റെ ജനത്തെ ഒരുക്കുവാൻ, തൻ്റെ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തൻ്റെ ആത്മാവിനെ അവൻ ഈ ഭൂമിയിൽ ആക്കി വെച്ചു. അവൻ്റെ ആത്മാവിന്ന് ഈ ഭൂമിയിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവേ, ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്, എന്നിൽ വരണമേ എന്ന് വാ തുറന്ന് വിളിച്ചാൽ, എന്നിൽ വന്ന് നിറയണമേ എന്ന് ആത്മാർത്ഥതയോടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, അല്പമായിട്ടല്ല, ഇച്ചിരയായിട്ടല്ല. യേശു പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. Believe. Faith is very, very important factor to receive the Spirit of the Lord. Number 2, hunger or thirst. വിശപ്പ്, ദാഹം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ദാഹം, thirst, hunger, ആ ഒരു വിശപ്പ്. എനിക്കങ്ങനെ ഒത്തിരി പേരെ അറിയാം. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും. എനിക്കങ്ങനെ ഒത്തിരി ചെറുപ്പക്കാരെ അറിയാം. എനിക്കങ്ങനെ ഒത്തിരി ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ അറിയാം. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാനും ആ കൂട്ടത്തിലുണ്ട്. ഇപ്പോഴും ഞാൻ ദാഹിക്കുന്നു. ഇപ്പോഴും എൻ്റെ ആത്മാവിൽ എനിക്ക് ദാഹിക്കുന്നു അവനെ കൂടുതലായി കൂടുതലായി അനുഭവിക്കുവാൻ. ഞാനൊന്നും പ്രാപിച്ചിട്ടില്ല കേട്ടോ. എത്രയോ അറിയുവാനുണ്ട്. ഇനി എത്രയോ ഞാൻ പഠിക്കുവാനുണ്ട്. എത്രയോ അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ തലങ്ങളെ അനുഭവിച്ചറിയാനുണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയാണ് പരിശുദ്ധാത്മാവിൻ്റെ തിരുപാദപീഠത്തിൽ. അവനിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. എപ്പോഴും ഓർക്കണം, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും പ്രാപിക്കാനുമുള്ള ഈ ദാഹമാണ് ഇന്ന് ആത്മീയ സമൂഹത്തിൽ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒത്തിരി ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ എന്നെ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു ശാരീരികമായ അസ്വസ്ഥത വന്നിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനൊരു ചോദ്യമുണ്ടാകും: ഭക്ഷണം നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറയും ഉണ്ട്. ഡൈജഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട്. ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടല്ലോ, നല്ലതായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. കുഴപ്പമില്ല, വലിയ സീരിയസ് ഇഷ്യൂ ഒന്നും അല്ല. പക്ഷെ നിങ്ങൾ പറയുകയാണ്, എൻ്റെ ഡോക്ടറെ എനിക്ക് ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശപ്പില്ല, എനിക്ക് ദാഹമില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ മരണവാതിലേക്ക് പ്രവേശിച്ചപ്പോൾ എനിക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. ഈ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദാഹവും വിശപ്പും ഒന്നും ഇല്ലെങ്കിൽ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രോഗശയ്യയിലായിരിക്കുമ്പോൾ, തൻ്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് ഇനി അധികം നാളൊന്നും കാണുകയില്ലെന്ന് മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്നവർ, പരിചരിക്കുന്നവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? ഫുഡൊന്നും എടുക്കുകയില്ല. ഒരു സ്പൂണിനകത്ത് ചായ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പം അത്രയും അങ്ങ് ഒമിറ്റ് ചെയ്ത് കളയുക. എടുക്കുന്നില്ല, ഫുഡ് എടുക്കുന്നില്ല, അങ്ങനെ ടയേർഡായി. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ മരണവാതിലേക്ക് പ്രവേശിച്ചപ്പോൾ എനിക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അപ്പൊ ഇത്രയേ ഉള്ളൂ. വിശപ്പില്ലെങ്കിൽ, ദാഹമില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നീ ഒരു മരണത്തിൻ്റെ വക്കിലാണ്. The same way, the same meaning. പരിശുദ്ധാത്മാവിനോടുള്ള വിശപ്പും ആത്മീയ ദാഹവും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ആത്മീക മരണത്തിൻ്റെ വക്കിലാണ്. അധികം നാളുകൾ നിനക്ക് ഈ ദൈവകൃപയിൽ നിൽക്കാൻ പറ്റില്ല. അധികം നാളുകൾ ഈ സാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റില്ല. ആത്മീകമായി
അധംപതിച്ച് ആത്മീക മരണം സംഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജഡീകനായി, ഒരു വിമർശകനായി, ഒന്നിനും ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ഹീനപാത്രമായി തീരും. അതിനല്ല സുഹൃത്തെ, സഹോദര സഹോദരി, ദൈവപൈതലെ, വിശ്വാസിയെ, ദൈവദാസനെ ദൈവം നിന്നെ വിളിച്ചത് നീ ആരോഗ്യമുള്ളവനായിരിക്കാനാണ്. സ്പിരിച്വൽ ഹെൽത്ത്, ആത്മീക ആരോഗ്യമുള്ളവനായിരിക്കാനാണ്. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ എന്നാ ചെയ്യണം? ഭക്ഷണം കഴിക്കണം, നല്ല വൈറ്റമിൻസ് ഉള്ള ഫുഡ് കഴിക്കണം. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ എന്നാ ചെയ്യണം? ഇപ്പം നമ്മൾ കേൾക്കുന്ന സ്ഥിരമായി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. റെസിസ്റ്റിംഗ് പവർ ഉണ്ടാകാൻ, ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ നല്ല ഫുഡ് എടുക്കണമെന്ന്. പലരും വീക്കല്ലേ? കാരണം എന്താ പറയുക, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പലതിനെയും. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാ. അവരങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നവരല്ല. പിശാച് പലതിനെയും അടിച്ച് തകർത്ത് ഷെഡേ കയറ്റി. എന്നാന്നറിയോ? ആത്മീയദാഹം നഷ്ടപ്പെട്ട്, പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ, ദൈവത്തോട് ബന്ധമില്ലാതെ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയില്ലാതെ തീർന്നതിനാൽ അവരുടെ ഇമ്മ്യൂണിറ്റി പോയി. താങ്ക് യു ലോർഡ് ജീസസ്. എന്നാൽ ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങിയാലും എൻ്റെ ഹൃദയം നിർഭയമായിരിക്കുമെന്ന് ദാവീദ് എന്ന അഭിഷിക്തൻ വിളിച്ചു പറഞ്ഞു. എന്നാന്നറിയോ? പുള്ളിക്ക് അറിയായിരുന്നു അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങിയാലും ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല. കാരണം ഇമ്മ്യൂണിറ്റി പവർ, റെസിസ്റ്റിംഗ് പവർ എന്നിലുണ്ട്. Because I am carrying the power of God, the Holy Spirit. Thank you, Lord Jesus. Thirst and hunger, that is very important factor. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നഷ്ടപ്പെട്ടു പോകല്ലേ. ഒരു എളിയ സഹോദരൻ, ഒരു അനുജൻ, ഒരു ദൈവദാസൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ ദാഹം നഷ്ടപ്പെടരുത്. ദൈവത്തോട് നഷ്ടപ്പെടരുത്. കാര്യം വായിക്കാൻ പോവാ. എന്താ എൻ്റെ കാരണം ഒന്ന് വായിക്കാൻ പോവാ. പക്ഷെ ഈ ദാഹം ഉണ്ടാകണമെങ്കിലേ, ദാഹം ഉണ്ടാകണമെങ്കിലേ അറിവുണ്ടാകണം. അറിവ്. എന്താ അങ്ങോട്ട് ചെറുപ്പക്കാർ പിള്ളേർ കയറി ചെന്നേച്ച് പറയുന്നേ, ഒരു പെപ്സി, ഒരു കൊക്കക്കോള എന്നൊക്കെ പറയുന്നത് എന്നാ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇവന് ദാഹിച്ചപ്പോൾ അതിന്റെ ഓർമ്മ വന്നു. ചേട്ടാ ഒരു സ്പ്രൈറ്റ് എന്ന് ഇവൻ കയറി ചെന്ന് പറഞ്ഞു. എന്നാ ഇവന് ദാഹിച്ചപ്പോൾ ഇവന്റെ മനസ്സിൽ എന്നാ വന്നു? സ്പ്രൈറ്റ്. ഇവൻ അങ്ങനെ ഒരു അറിവുണ്ട്. ഒരു ബോട്ടിൽ വെള്ളം തരണേ, വെള്ളം കുടിച്ചാൽ എൻ്റെ ദാഹം പോകുമെന്നൊരു അറിവ് ഇവന്റെ അകത്തുണ്ട്. ആ അറിവാണ് ദാഹം വന്നപ്പോൾ ആ വെള്ളം മേടിക്കാൻ അവനെ വിട്ടത്. ആവശ്യമാണ്. അപ്പൊ എപ്പോഴും ഓർക്കണം, നല്ല അറിവുകൾ നമ്മളിൽ ദാഹം ഉണ്ടാക്കും. എന്നിലുണ്ടാക്കിയിട്ടുണ്ടെന്നേ. അതിശക്തന്മാരായ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിച്ചതും ദൈവം അവരെ പ്രയോജനപ്പെടുത്തിയതും ലക്ഷോപലക്ഷം ജനങ്ങൾക്ക്, കോടാനുകോടി ജനങ്ങൾക്ക് അവരൊരു വിടുതലായി മാറിയതും ഒക്കെ വായിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ദാഹം അങ്ങ് കൂടി. ഞാനിപ്പോഴും ഓർക്കുന്നു, 1999 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 2000 എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ലഭിച്ചു. അത് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന റെയ്നാർഡ് ബോങ്കയുടെ ഒരു പുസ്തകമാണ്, അഗ്നിയാലുള്ള സുവിശേഷീകരണം. അന്നത്തെ സമയത്ത് ഈ പുസ്തകം ഫ്രീ കോപ്പിയാണ്, പൈസ കൊടുക്കണ്ട. ഇങ്ങനെ അവരുടെ CFAN, ക്രൈസ്റ്റ് ഫോർ ഓൾ നേഷൻ, കോടിക്കണക്കിന് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ ലഭിച്ചു. പണം കൊടുക്കാതെ എനിക്ക് കിട്ടി. ആജ്ഞയാലുള്ള സുവിശേഷീകരണം എന്നുള്ള പുസ്തകം, ഇവാഞ്ചലിസം ബൈ ഫയർ എന്നുള്ള പുസ്തകം നിങ്ങളുടെ പലരുടെയും വീട്ടിൽ കാണാം ഒരു പക്ഷേ. സ്തോത്രം. അതിനകത്ത് നല്ല പിക്ചറുകളൊക്കെ ഉണ്ട്. റെയ്നാർഡ് ബോങ്കയുടെ ശുശ്രൂഷയിൽ മന്ത്രവാദ സാമഗ്രികൾ കൊണ്ടുവന്ന് കത്തിക്കുന്നതും, വീൽ ചെയറിൽ വന്ന രോഗികൾ എഴുന്നേറ്റ് നടക്കുന്ന വീൽ ചെയറിൽ കൊണ്ടുവരുന്നു. അടുത്ത പടത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ പിക്ചറിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ കാണുകയാണ് ബിഗിനിങ് ടൈമിൽ. ഞാൻ ആ ചിത്രങ്ങൾ എന്നോട് സംസാരിച്ചു. ആ പുസ്തകം എന്നെ തൊട്ടു. അതിനകത്ത് റെയ്നാർഡ് ബോങ്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിനക്കൊരു രാജ്യത്തെ പിടിക്കുവാൻ കഴിയണമെങ്കിൽ നിന്റെ മേളിൽ അഗ്നിയുടെ അഭിഷേകം വേണം.
അന്ന് ആദ്യമായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നത്. അങ്ങനൊരു സംഭവം ഉണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടോ? ആ ഒരു അറിവ് എന്നിൽ എന്തുണ്ടാക്കി? ദാഹം. ആ ഒരു ഇൻഫർമേഷൻ എന്നിൽ തേഴ്സ്റ്റ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, അങ്ങനൊരു കാര്യം കർത്താവേ ഉണ്ട്, അത് എനിക്കും വേണം. അങ്ങനൊരു കാര്യമുണ്ട്, എനിക്കും വേണം. ഞാനും ഇതിനൊക്കെ വേണ്ടി ഇറങ്ങിയേക്കുന്നേ. പ്രൈസ് ഗോഡ്. എനിക്കും ആത്മാക്കളെ നേടണം. എനിക്കും 10,000 കർത്താവിലേക്ക് കൊണ്ടുവരണം. ഞാൻ ദാഹിക്കുന്നു അതിനായി. അതെന്നെ ഒരു 40 days ഫാസ്റ്റിങ്ങിലേക്കാണ് കൊണ്ടുപോയത്. കംപ്ലീറ്റ് ഫാസ്റ്റിങ്ങിലേക്ക്. ആ ഫാസ്റ്റിങ്ങിന്റെ 17ാമത്തെ ദിനത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം, അഗ്നിയുടെ അഭിഷേകം എൻ്റെ മേളിൽ ദൈവം പകർന്നു. ഹല്ലേലൂയ. എനിക്കത് മറക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഓർക്കണം, ദാഹം ഉണ്ടാകണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം? ആ നല്ല അറിവുണ്ടാകണം. നല്ല കാര്യങ്ങൾ വായിക്കണം. നിങ്ങളുടെ ഉള്ള ദാഹവും കൂടെ പോക്കുന്ന, നിങ്ങളുടെ ഉള്ള വിശ്വാസം കൂടെ കളയുന്ന, നിങ്ങളുടെ ഉള്ള ദൈവകൃപയും കൂടെ ലൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വായിക്കുകയാണ്, അത് കുടിക്കരുത്, അതിൽ മായമുണ്ട്. പക്ഷെ അതിൽ മായയില്ല. നല്ല വൈറ്റമിൻ ഉള്ള നല്ല സാധനം. അത് കുടിച്ചാൽ എല്ലിനൊക്കെ നല്ല ശക്തി കിട്ടും. ISA മാർക്കുള്ള സാധന. പക്ഷെ ആരാണ്ടൊക്കെ പറഞ്ഞു അത് കുടിക്കരുത്, അതിൽ മായമുണ്ട്. എന്തു പോയി? അത് കുടിക്കാനുള്ള ദാഹം അങ്ങ് പോയി. അതുകൊണ്ട് നല്ല അറിവുകൾ, നല്ല ചിന്തകൾ, നല്ല പ്രസംഗങ്ങൾ, നല്ല മെസ്സേജുകൾ നിങ്ങളിലുള്ള ദാഹം വർദ്ധിപ്പിക്കും. ദാഹവും വിശപ്പും പോവല്ലേ, ആത്മീയമായി നീ മരിച്ചു പോവും. വായിച്ചോ യെശയ്യാവിന്റെ പ്രവചനം 44 3-ാമത്തെ വാക്യം. യെശയ്യാ 44:3. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ, വായിക്കാൻ ദൈവദാസനെ, നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ഇന്ന് ഈ ഓൺലൈനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇത് ആഗ്രഹിക്കുന്നു. നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ സന്താനത്തിന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെയും സ്വർഗീയമായ അനുഗ്രഹങ്ങളെയും പകരാൻ. നിന്റെ സന്തതിയുടെ മേൽ നിന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും എനിക്ക് പകരാൻ കഴിയണമെങ്കിൽ പേരൻസിനോട് പറയുന്നു, നിങ്ങൾ ആത്മദാഹമുള്ളവരായിരിക്കണം. അപ്പനും അമ്മയും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മപ്രവൃത്തികൾക്കും ദൈവിക അഭിഷേകത്തിനും വാല്യൂ കൊടുക്കുന്നത് മക്കള് കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതനായ ഒരു സുവിശേഷകൻ പറഞ്ഞ ഒരു ചെറിയ സ്റ്റോറി. വലിയ രസമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുകയില്ല, പക്ഷെ അതിനകത്തൊരു ചിന്തയുണ്ട്. ഒരപ്പൻ മത്സ്യബന്ധനത്തിന് പോകുന്ന മനുഷ്യൻ, മീൻ പിടിക്കാൻ പോകുന്ന മനുഷ്യൻ. പക്ഷെ അദ്ദേഹം എല്ലാ സന്ധിക്കും ഭയങ്കര കുടിക്കുമായിരുന്നു. കൊച്ചിലെ കുടിയനായ മദ്യപാനിയായിരുന്നു. ഈ മദ്യപാനി മദ്യപിക്കുവാനായി ആ കടൽപ്പുറത്ത് തന്നെയുള്ള ഒരു കള്ള് ഷാപ്പിലാണ് പോകുന്നത്. അപ്പം നാളുകൾ കഴിഞ്ഞു, വിവാഹമൊക്കെ കഴിഞ്ഞു. തനിക്ക് ഒരു മകൻ ജനിച്ചു. ഈ കൊച്ചിന് 4 വയസ്സായി. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഈ കൊച്ചൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പപ്പായെ കാണണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, രാത്രി വരുവാടാ, നീ അടങ്ങിയിരിക്കാൻ പറഞ്ഞു. ഇല്ല, എനിക്ക് എൻ്റെ പപ്പായെ കാണണമെന്ന് പറഞ്ഞു. ഈ പയ്യൻ എന്നാ ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ ആ വീടിൻ്റെ ഒരു ഭാഗത്തൂടെ ഇറങ്ങിപ്പോകുന്നത് ഈ മകൻ കണ്ടിട്ടുണ്ട്. ആ കഥയിൽ ഇങ്ങനെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ആ മണലിൻ്റെ മേൽ പതിയുമായിരുന്നു. മണലിൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നടന്നു പോകുന്ന വഴിക്ക്, അങ്ങനെ നടന്നങ്ങ് വഴിയായി ആ ഭാഗം, കാൽപാദങ്ങൾ ആ മണലിൽ കടൽപ്പുറമായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചു മകൻ, 4 വയസ്സുള്ള മകൻ, പപ്പാടെ കാൽപാദത്തിൽ കുഞ്ഞുകാലെടുത്ത് വെച്ച് അവൻ എവിടെ കയറി ചെന്നറിയാവോ? ഷാപ്പിൽ. അപ്പന്മാരോട്, അമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനും
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികൾക്കും താല്പര്യമുള്ളവരായി, അതിനെ അംഗീകരിക്കുന്നവരായി, ഏറ്റെടുക്കുന്നവരായി തീർന്നാൽ നിന്റെ വീട്ടിനകത്തുനിന്ന് ജനിക്കും അടുത്തൊരു അഭിഷിക്ത തലമുറ. ഹല്ലേലൂയ. എല്ലാരെയും ഒന്ന് കളിയാക്കിയേ. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവദാസന്മാരെയും പരിശുദ്ധാത്മാവിനെയും അഭിഷേകത്തെയും പ്രവാചകന്മാരെയും ഒക്കെ ഒന്ന് ചീത്ത പറഞ്ഞേ. നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും ഒന്നാം തരം ക്രിമിനലുകൾ, നാട്ടുകാർക്കും ദേശക്കാർക്കും തലവേദനയായി തീരുന്ന ക്രിമിനലുകൾ. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും എനിക്ക് പകരാൻ കഴിയണമെങ്കിൽ ദാഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് വേണം. ആ ദാഹിക്കുന്നിടത്താണ് ഞാൻ വെള്ളവും വരണ്ട നിലത്താണ് നീരൊഴുക്കുകളും പകരുന്നത്. ദാഹമുണ്ടോ? ദാഹമില്ലെങ്കിൽ നോട്ട് ചെയ്തോണേ, ഞാൻ ആത്മീക മരണത്തിൻ്റെ വക്കിലാണ്. എല്ലാത്തിനോടൊരു വെറുപ്പ്, പ്രാർത്ഥനയോടൊരു വെറുപ്പ്, വചനധ്യാനത്തോടൊരു വെറുപ്പ്, ദൈവവേല ചെയ്യാനൊരു വെറുപ്പ്, എന്തൊക്കെയോ മനസ്സിൽ കടന്നുകൂടിയ വിദ്വേഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വിട്ടുപോകട്ടെ. നിങ്ങളുള്ള ആത്മദാഹം വർദ്ധിക്കട്ടെ. സങ്കീർത്തനം 42 1-2 വാക്യങ്ങളിൽ ആ സങ്കീർത്തനക്കാരൻ പറയും, എനിക്ക് ദാവീദിനെ കുറിച്ച് എപ്പോഴൊക്കെ പറയുമോ പ്രസംഗിക്കുമോ അപ്പോഴെല്ലാം എൻ്റെ അകത്ത് വലിയ ആത്മീക സന്തോഷം തോന്നാറുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. ഈ മാന് പുല്ലുകളൊക്കെ തിന്ന് ഇങ്ങനെ നടന്ന് കുറേ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ഇതിന് ദാഹം വരും. ദാഹം വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ മാൻ കൂട്ടത്തോടെ വരും. ആ വനത്തിൻ്റെ നടുവിലുള്ള അരുവിയുടെ ചുറ്റും വന്ന് കൂടും. ചുറ്റും വന്ന് കൂടി നിന്നിട്ട് ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങും. കാഴ്ച കണ്ടിട്ടുള്ളതായിരിക്കാം നിങ്ങൾ. ആ മാൻ ഈ നീർത്തോടിൻ്റെ അരികിൽ വന്ന എന്തുകൊണ്ടാണെന്നറിയാവോ? ദാഹം കൊണ്ടാ. ആത്മാവിൻ്റെ ദാഹം നിങ്ങൾക്കുണ്ടോ? കർത്താവിനോട് ചേരാനുള്ള വാഞ്ച നിങ്ങൾക്കുണ്ടോ? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള കൊതി നിങ്ങൾക്കുണ്ടോ? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് പറഞ്ഞ ദൈവം ആത്മാവിൽ നിറയുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, ഒരു ഉണർവുണ്ടാകുവാൻ ഒക്കെ കൊതിക്കുന്നവരെ ദൈവം അതിനകത്താക്കും. ദൈവം അതിനകത്താക്കും. നിങ്ങൾക്ക് ആ വാഞ്ച വേണം. 2-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. മക്കളെ, ആ ദാഹമാണ് ഒരു ഭക്തന്റെ നിലനിൽപ്പ്. ദൈവത്തോടുള്ള ആ കൊതിയാണ്. എല്ലാമായി എന്നുള്ള തോന്നലാണ് പരാജയമെങ്കിൽ, എല്ലാം തികഞ്ഞു എന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് ആത്മീക തകർച്ചയെങ്കിൽ, ദൈവത്തിനായി തൻ്റെ ആത്മാവിനായി ദാഹിക്കുന്ന ദാഹമാണ് യഥാർത്ഥമായ ആത്മീക ജീവിതത്തിന്റെ നട്ടല്. ഹല്ലേലൂയ. നമുക്കത് കാണാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് ദിവദാസനെ. അത് പ്രധാനമായും വിശേഷിപ്പിക്കുന്ന ചരിത്രം ഞാനതൊന്ന് എടുക്കുന്നുണ്ടേ. ഏലിയാവും എലീശയും തമ്മിലുള്ള ബന്ധത്തിലാണ്. ഈ എലീശയെ ഏലിയാവ് എന്ന പ്രവാചകൻ പലയിടത്തും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലയിടത്തും, ഒരുപാട് സ്ഥലങ്ങളിൽ. ഞാനിത് ഇന്നത്തെ മെസ്സേജിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം എടുക്കാൻ നേരമുണ്ടോന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും, ഗിൽഗാലിൽ വെച്ച്, ബഥേലിൽ വെച്ച്, ജെറിക്കോയിൽ വെച്ച്, ഇന്ന് വായിപ്പിക്കാം, പല സ്ഥലങ്ങളിൽ ഏലിയാവ് എലീശയോട് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ കൂടെ വരണ്ടെന്ന്, നീ എൻ്റെ കൂടെ പോരണ്ട, അവിടെ നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്തെ, എൻ്റെ ഭാഷ പറഞ്ഞാൽ, ഒരു അമ്മയുടെ സാരിത്തുമ്പെ കൊച്ചു കയറി പിടിക്കുന്ന പോലെ പിടിച്ചേച്ച് പറഞ്ഞു, യജമാനനാണ്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലെന്ന്. എന്നാന്നറിയാവോ? ഈ എലീശ ഏലിയാവിൻ്റെ മേളിൽ കിടക്കുന്ന അഭിഷേകത്തിൽ അങ്ങ്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അങ്ങ് കൊതിച്ചു പോയി. ആ സാധനം അങ്ങ് ആഗ്രഹിച്ചു പോയി, അങ്ങ് എക്സൈറ്റഡ് ആയിപ്പോയി അത് സ്വീകരിക്കുവാൻ. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. ആ ദാഹമാണ്, ആ വാഞ്ചയാണ് ഏലിയാവിൻ്റെ കൂടെ 50ഓളം പ്രവാചകന്മാരുണ്ടായിരുന്ന സാഹചര്യത്തിൽ, മറ്റാരും ഇല്ലാഞ്ഞിട്ടല്ല പോതപ്പ് എലീശയുടെ മേളിൽ വീണേ. ഞാൻ വായിപ്പിക്കാം. ഇന്ന്
50 above, 50-ലധികം വിദ്യാർത്ഥികൾ, ഫോളോവേഴ്സ്, ഡിസൈപ്പിൾസ് ഏലിയാവിനുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരുത്തന്റെ മേളിലാണ് ഈ പുതപ്പ് വന്ന് വീണേ, എലീശയുടെ മേളിൽ. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഈ 50 എണ്ണവും യോർദാന്റെ മറുകരയെ നിൽക്കുമ്പോൾ അവർക്ക് പോകണ്ട, അവരവിടെ നിന്നെടുത്ത് അങ്ങ് നിന്നു. അങ്ങനെയുള്ളവരുണ്ട്, നിന്നെടുത്ത് അവരിവിടെ ഇപ്പൊ ചുമ്മാ നിൽക്കുക. മറുവമലയിൽ 3 ശിഷ്യന്മാരെത്തി, അവിടെ ചെന്നു ഇരുന്നെടുത്ത് ഇരുന്നങ്ങ് ഉറങ്ങി. ഇപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ആത്മീയ ലോകമുണ്ട്. അവര് ഇരുന്നെടുത്ത് ഇപ്പൊ ഇരുന്നങ്ങ് ഉറങ്ങുക. അവർക്ക് ഉണരണ്ട. ഉണർന്നാൽ നിനക്ക് കാണാം മഹത്വം, ഉണർന്നാൽ നിനക്ക് കാണാം തേജസ്, ഗ്ലോറി. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ആ ഒരു ആത്മദാഹമായ എലീശായുടെ മേളിൽ ആ മാൻഡിൽ വന്ന് വീണ എൻ്റെ പ്രധാനപ്പെട്ട റീസൺ, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ശമരിയക്കാരി സ്ത്രീയോട് തന്നെ യേശു പറഞ്ഞ്, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 18-14 വാക്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു. 10-ാം വാക്യത്തിലാണ് പ്രധാനമായി പറയുന്നത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കുമെന്ന്. എന്നാൽ 14-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. കാരണം ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് പറഞ്ഞു. നീരുറവയായി തീരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ 18-ാമത്തെ വാക്യം ഞാൻ എഴുതിയിരിക്കുന്നത്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ട സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. കണ്ടോ? ഇപ്പോൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല. ആ പാരമ്പര്യവും നിന്നെ രക്ഷിക്കില്ല, ഈ പാരമ്പര്യവും നിന്നെ രക്ഷിക്കില്ല. ആ മതവും നിന്നെ രക്ഷിക്കില്ല, ഈ മതവും നിന്നെ രക്ഷിക്കില്ല. നിന്റെ ദാഹം പോക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ വെള്ളം കുടിക്കുക. എന്താണ് ഈ വെള്ളത്തിന്റെ പ്രത്യേകത? അത് ജീവനുള്ള വെള്ളമാണ്. അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ്. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് വളരെ മത്സ്യം ഉണ്ടാകും. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന നാഴിക, സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക. ആ സഹോദരിയുടെ ദാഹം പോക്കി കേട്ടോ. അവളുടെ മേലിൽ വെളിപ്പെട്ട ദൈവകൃപ ഒരു പട്ടണത്തെ മുഴുവൻ ഇളക്കി. ഒറ്റ പ്രാവശ്യം സുവിശേഷം കേട്ടേയുള്ളൂ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് തന്നെ ഒരു സിറ്റി മുഴുവൻ അവളിലൂടെ റിവൈവലായി. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് തന്നെ ഒരു പട്ടണത്തെ മുഴുവൻ ഇളക്കിക്കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ബ്ലസ് ശമരിയ നടന്നു. ബ്ലസ് ശമരിയ ക്രൂസൈഡായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന്റെ അന്ന് മണിക്കൂറുകൾക്കകത്ത് വലിയ ഒരു പട്ടണത്തെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്നു. നമ്മുടെ ആൾക്കാരൊക്കെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവള് ശരിയല്ല, കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം അറിയാവുന്ന, നെഗറ്റീവ് കണ്ടുപിടിക്കാൻ മാത്രം അറിയാവുന്ന സമൂഹമേ, ആത്മദാഹം നഷ്ടപ്പെട്ട സമൂഹമേ, ആത്തംപതിച്ചു പോയ ആത്മീക ലോകമേ, മടങ്ങിവ. ഒരു എൻകൗണ്ടർ, ആ മൂമെന്റ് അവിടെ ജീവിതത്തെ മുഴുവൻ മടങ്ങിക്കൊണ്ടുവന്നു. ഒറ്റ നിമിഷം കൊണ്ട് രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് തന്നെ ആയിരങ്ങളുടെ വിടുതലിന് അവൾ കാരണമായി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി?
കർത്താവിനെ അറിഞ്ഞിട്ട് എത്ര കൊല്ലമായി? ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് സിസ്റ്ററെ, ബ്രദറെ, എത്ര മാസമായി? നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നിങ്ങളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. കുറ്റബോധമൊന്നും വേണ്ട. നിങ്ങളുള്ള ആത്മദാഹം തിരിച്ചു വരും. നിങ്ങളുള്ള ആത്മീക വിശപ്പ് തിരിച്ചു വരും. കാണണം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ. ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുടെ ആത്മീക ശുശ്രൂഷകൾ നിങ്ങൾ കാണണം. ലക്ഷോപലക്ഷം ജനങ്ങളൊക്കെ ഒന്നിച്ച് കൂടി നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോഴാണ് നമ്മുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. കർത്താവ്, എനിക്കും ആത്മാക്കളെ നേടണമെന്ന്, ഒരു ഉണർവ് ഉണ്ടാകണമെന്നൊക്കെ. റിവൈവലുകളെ കുറിച്ച് പഠിക്കണം. ദൈവം അയച്ച ഉണർവുകളെ പരിശോധന ചെയ്യണം. അതുപോലത്തെ ഉണർവ് എൻ്റെ ദേശത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. ആ ഒരു ആത്മദാഹം, ആ ഒരു കൊതി നിങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരും. നമ്പർ 3, ഇമ്പോർട്ടൻറ്റ് തിങ്, പ്രോപ്പർ അസോസിയേഷൻ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുവാൻ, അഭിഷേകം നമ്മളിൽ ഉണ്ടാകുവാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇനിയുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നിങ്ങൾ പറയും നേരത്തെ പറഞ്ഞതും പ്രധാനപ്പെട്ടതല്ലേ? അതും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഭാഗത്തിലേക്ക് വരുന്നു. പ്രോപ്പർ അസോസിയേഷൻ. നിങ്ങളൊരു പക്ഷേ ഇത് അധികം കേട്ട് കാണില്ല. പക്ഷെ വ്യക്തിപരമായി ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. അനവധി പേരുടെ ജീവിതം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ബന്ധങ്ങൾ, ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന റൈറ്റ് കണക്ഷൻസ് നിങ്ങളുടെ ജീവിത നിലവാരങ്ങളെ മാറ്റും. മത്തായിയുടെ സുവിശേഷം, ആദ്യം നമുക്ക് സദൃശ്യവാക്യങ്ങളിൽ നിന്ന് എടുക്കാം. സദൃശ്യവാക്യങ്ങൾ 13:20 വാക്യം ഒന്ന് വായിച്ചു. ഒത്തിരി വേർഡ്സ് അതിന് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ജ്ഞാനികളോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. ഫോഷന്മാർക്ക് കൂട്ടാളി ആയവനോ വ്യസനിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. ജ്ഞാനിയുടെ കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. നീ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, ആരാണോ നിന്റെ കമ്പാനിയൻ, നീ അതാകും എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ജ്ഞാനിയുടെ കൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ, അസോസിയേറ്റ് ചെയ്യുന്നെങ്കിൽ, നിന്റെ കമ്പാനിയൻ ആ വ്യക്തിയാണെങ്കിൽ നീയും ജ്ഞാനിയാകും. ചീത്ത പറയുന്നവരുടെ കൂടെ കൂട്ടുകൂടിയാൽ കൂട്ടുകൂടിയവനും ചീത്ത പറയും. ഭോഷ്ക് പറയുന്നവരുടെ കൂടെ കൂട്ടുകൂടിയാൽ ഇതുവരെ ഒരു ഭോഷ്കും പറഞ്ഞിട്ടില്ലാത്തവനും പിന്നെ ഭോഷ്ക് പറയാൻ തുടങ്ങും. വിമർശകന്റെ കൂടെ അസോസിയേറ്റ് ചെയ്താൽ, അങ്ങനെ അസോസിയേഷൻ തന്നെ ഉണ്ട്, അവരും എന്തായി തീരും? വിമർശകരായി മാറും. നിന്റെ കമ്പാനിയൻ ആരാണോ, നീ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, നീ അതാകും. അതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. നീ ആരുടെ കൂടെ നടക്കുന്നോ നീ അതാകും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അഭിഷിക്തന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവർ അഭിഷിക്തരാകുമെന്ന്. ആത്മീയന്റെ കൂടെ നടക്കുന്നവൻ ആത്മീയനാകുമെന്ന് എന്തുകൊണ്ട് അനുമാനിച്ചുകൂടാ? ബാക്കിയെല്ലാം നടക്കുന്നുണ്ടല്ലോ. നീ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നോ, നിന്റെ കമ്പാനിയൻ ആരാണോ, നീ അതായി തീരും. ഒരു സംശയം അതിനകത്ത് വേണ്ട. അതുകൊണ്ട് ആ ഒരു ഏറിയ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ആശയില്ലാത്ത കണക്ഷൻസ് നിന്റെ ആത്മീയ ജീവിതവും ദൈവകൃപയും നഷ്ടപ്പെടുത്തുന്ന, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നെ തകർത്ത് കളയുന്ന സകലതിനെ റിമൂവ് ചെയ്യണം. ബ്ലോക്ക് ചെയ്യേണ്ടതാണ് ബ്ലോക്ക് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കരുത്. എന്നടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററിന് പേഴ്സണലി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന്. ഇല്ല. 20 കൊല്ലമായി കർത്താവിൻ്റെ വേലയിൽ നിന്ന് ഇതുവരെ ഇല്ല. നമ്മുടെ ചർച്ചിൻ്റെ പേജുകളുണ്ട്. ആ പേജിൽ മീഡിയ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തായി ഈ വാക്യങ്ങളും സാധനങ്ങളൊക്കെ ഇടുന്നത്. പേജിലൂടെ ഒരാളുടെ അക്കൗണ്ടിലൊന്നും കയറാൻ പറ്റുകയില്ല. എൻ്റെ ഫോണിലില്ല. നിങ്ങൾ എൻ്റെ ഫോൺ എടുത്ത് നോക്കൂ. ഫേസ്ബുക്ക് എന്നൊരു ആപ്ലിക്കേഷൻ, എഫ് എന്നൊരു സാധനം അതിനകത്തില്ല. ഫെയ്ത്ത് ബുക്കുണ്ട്, അത് മതി. കാരണം നിന്നെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. ലെസ്റ്റർ സമുറാൾ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. ലെസ്റ്റർ സമുറാൾ സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ആത്മീക പുത്രനായിരുന്നു. അദ്ദേഹം എങ്ങനെ ആത്മീക പുത്രനായതെന്ന്
പറയാൻ ഇന്ന് നേരമില്ല. നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് പോയി കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് ലെസ്റ്റർ സെമറാളിൻ്റെ ടെസ്റ്റ് മണി. നിങ്ങൾ നോക്കണം. കാരണം സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന 20-ലധികം മരിച്ചവരെ ഉയർപ്പിച്ച അതിശക്തനായിരുന്ന വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനായിരുന്ന ആ ദൈവവൃത്തിനെ കുറിച്ചുള്ള അധിക വീഡിയോകളൊന്നും ഇല്ല. അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഫെസിലിറ്റി അത് ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീക പുത്രൻ്റെ വീഡിയോസ് ഒരുപാട് അവൈലബിൾ. അദ്ദേഹത്തിൻ്റെ ലെസ്റ്റർ സെമറാൾ എന്നാണ്. മരിച്ചുപോയി ആ മനുഷ്യൻ. ഈ ലെസ്റ്റർ സെമറാൾ സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നു. അന്നത്തെ മീറ്റിങ്ങിൽ ചെറുപ്പക്കാരനായിരുന്ന ലെസ്റ്റർ സെമറാൾ ഒരു കാഴ്ച കണ്ടു. വീൽ ചെയറിൽ വന്ന രോഗികൾ സൗഖ്യമാകുന്നു, ക്രച്ചസിൽ വന്നവർ ഹീലാകുന്നു. 100 കണക്കിന് രോഗികൾ, സ്മിത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സൗഖ്യമാകുന്നു. ഒറ്റ ആൾട്ടർ കോളിൽ അനേകം ആയിരങ്ങൾ നിലവിളിച്ചു കൊണ്ടുവന്ന് യേശുവിനായി ജീവിതം സമർപ്പിക്കുന്നു. ലെസ്റ്റർ സെമറാളും തൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. പക്ഷെ തൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായി. ഒരു 10 മിനിറ്റ് ഈ സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ കൂടെ ഒന്ന് സമയം ചെലവഴിക്കണം, ഈ അഭിഷിക്തൻ്റെ കൂടെ ഒന്ന് സംസാരിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം പുള്ളിയുടെ കൂടെ. ഈ ഒരു വലിയ ആഗ്രഹം അകത്തോട്ട് കയറിയപ്പം അടുത്തൊരു കൺവെൻഷൻ സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ നടക്കുന്ന സ്ഥലത്തേക്ക് ലെസ്റ്റർ സെമറാൾ കടന്നുപോയി. എന്നിട്ട് സ്മിത്ത് വിഗിൽസ്വർത്ത് ഇറങ്ങിപ്പോകുന്ന ആ ഭാഗത്ത് ട്രാമ്പിൻ്റെ അവിടെ ലെസ്റ്റർ സെമറാൾ പോയി നിന്നിട്ട് പറഞ്ഞു, മാൻ ഓഫ് ഗോഡ്, ഐ വാണ്ട് ടു ടോക്ക് ടു യു, ക്യാൻ യു പ്ലീസ് പ്രേ ഫോർ മീ. സ്മിത്ത് വിഗിൽസ്വർത്ത് ചെയ്തത് ഒരു പേപ്പർ കഷ്ണം എടുത്ത് തൻ്റെ കൂടെ നിന്ന ആളിനോട് തൻ്റെ വീട്ടഡ്രസ് എഴുതി ലെസ്റ്റർ സെമറാളിന് കൊടുത്തു. ലെസ്റ്റർ സെമറാളിന് ഭയങ്കര സന്തോഷമായി. അടുത്ത ദിവസം ഈ ലെസ്റ്റർ സെമറാൾ സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ വീട്ടിലേക്ക് അന്നത്തെ കാലത്ത് ട്രെയിൻ കയറുകയാണ്. സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഈ ട്രെയിനകത്തുനിന്ന് അറിയാതെ ലെസ്റ്റർ സെമറാൾ ഒരു പത്രം വാങ്ങിച്ചു. അന്നത്തെ കാലത്ത് ഈ പത്രങ്ങളൊക്കെ ഉള്ള സമയമാണ്. ന്യൂസ് പേപ്പർ വാങ്ങിച്ചു. അത് വാങ്ങിച്ച് ചാറ്റമഴയുണ്ടായിരുന്നു. തൻ്റെ കൈയുടെ ഇവിടെ വെച്ച് ഒരു കുടയും പിടിച്ചുകൊണ്ടാണ്, അതുപോലെ പുള്ളി അത് പറയുന്നുണ്ട്, പുള്ളിയുടെ ടെസ്റ്റ് മണി, സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ വീട്ടിൽ വരുന്നത്. ചെറുപ്പക്കാരനാ. കതകിൻ്റെ നടുക്ക് തൂക്കിയിട്ടിരുന്ന ചെറിയൊരു ഇരുമ്പ് കഷ്ണം, അതിനകത്ത് ഇങ്ങനെ കൊട്ടി. കതക് തുറന്നത് തന്നെ സ്മിത്ത് വിഗിൽസ്വർത്താണ്. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി. സാധാരണ നിലയിൽ അങ്ങനെ അളക്കണമ്പോൾ അകത്തേക്ക് വന്നിരിക്കൂ എന്നുള്ള ശബ്ദമല്ലേ കേൾക്കുന്നേ. സ്മിത്ത് വിഗിൽസ്വർത്ത് അദ്ദേഹത്തെ മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞു, എന്താ നിന്റെ കയ്യിലിരിക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇത് സാർ ഒരു ന്യൂസ് പേപ്പറാണ്, ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചതാണ്, നാട്ടിലെ വാർത്തകളൊക്കെ. അതുകൊണ്ട് ബിന്നിനകത്തിടുക, അതെൻ്റെ വീട്ടിൽ കയറ്റരുത്. അതുകൊണ്ട് ബിന്നിനകത്തിട്ടിട്ട് നീ അകത്തോട്ട് വരിക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാട്ടുകാരെ കുറ്റം പറയുന്ന, ലോകത്തെ പഴിക്കുന്ന ഒരു ആവശ്യമില്ലാത്ത ഒരു പേപ്പർ പോലും വീട്ടിൽ കയറ്റുകയില്ലായിരുന്നു. ചുമ്മാണോ 21 മരിച്ചവർ ഉയർത്തത്? വെറുതെയാണോ അതിശക്തമായി പ്രയോജനപ്പെട്ടത്? പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, പൗലോസിന്റെ ശുശ്രൂഷയിൽ അതിശക്തമേറിയ ദൈവപ്രവർത്തികൾ നടന്നത്. അതിന്റെ കാരണം അതിശക്തമേറിയ ഒരു ലൈഫ് പുള്ളിക്കുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മൈ ബ്രദേഴ്സ്. ജ്ഞാനിയുടെ കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ കൂടെ അനേക വർഷങ്ങൾ നടന്ന ശുശ്രൂഷയ്ക്ക് കടന്നുപോയ ഈ കർത്തൃദാസൻ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ സംഭവം പറയുന്നു. നീ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, നിന്റെ കമ്പാനിയൻ ആരാണോ, നീ അതായിത്തീരും. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരുടെ കൂടെ, ഉണർവിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂടെ, കർത്താവിൻ്റെ വരവിനു മുൻപായി 10,000 ലക്ഷങ്ങളെ അവന് വേണ്ടി ഒരുക്കിയെടുക്കണം, എന്തു വില കൊടുത്തും സത്യ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കണം എന്ന ബോധ്യം നഷ്ടപ്പെട്ടവരോടുകൂടെ നീ അസോസിയേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ലൈഫ്. നല്ല ആത്മീക വർധന ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിങ്ങളായിരിക്കുക, നിങ്ങളുടെ ശ്രദ്ധ അതിലായിരിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന അതിലായിരിക്കുക, നിങ്ങളുടെ ബന്ധം അതിനകത്തായിരിക്കുക. നിങ്ങൾ വളരും കേട്ടോ. ആരെയൊക്കെയോ നോക്കി പറയുന്നു, നിങ്ങൾ
അതിശക്തമായി വളരും കർത്താവിൻ്റെ രാജ്യത്തിൽ. ഹല്ലേലൂയ. അസോസിയേഷൻ, റൈറ്റ് അസോസിയേഷൻ. ഇനി 1-2-3 സംഭവങ്ങൾ ദൈവാസം വായിക്കണം. നമുക്കറിയാം, ഈ മോശയുടെ കൂടെ, മോശ ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു, സൗമ്യനായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ മോശയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ജോഷുവയുടെ മേളിൽ ഈ മാൻഡിൽ വന്ന് വീണത്? നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ ജോഷുവ യൂത്തിൻ്റെ ലീഡറായിരുന്നു. അഹരോനൊക്കെ വലിയ സീനിയർ മോസ്റ്റ് പ്രീസ്റ്റ് ആയിരുന്നു. പക്ഷേ അഭിഷേകത്തിൻ്റെ മാൻറ്റിൽ വന്നു വീണത് സീനിയർ മോസ്റ്റ് പേഴ്സണിലേക്കൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരനിലേക്കാണ്. എന്താണ് മോശ കഴിഞ്ഞ് ജോഷുവ? ഒന്നുകൂടെ പറയാം, ഞാൻ ഈ പറയുന്ന പദം വളരെ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ് മോശ കഴിഞ്ഞാൽ ജോഷുവയായത്? ഇതിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ എത്രയോ ലക്ഷങ്ങളുണ്ട്, എത്രയോ 10,000-ങ്ങളുണ്ട്, തൻ്റെ ബ്ലഡ് റിലേഷനിലുള്ളവരുണ്ട്, തൻ്റെ സ്വന്തം സഹോദരനുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഒരു ജോഷുവ? വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ജോഷുവ എന്ന ആ മകൻ എന്നാറേ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ. എന്നാൽ നൂന്റെ മകനായി ബാല്യം മുതൽ, കൊച്ചു പ്രായം മുതലേ മോശയുടെ കൂടെ ചേർന്ന് നിന്നു, ശുശ്രൂഷകനായി നിന്നു ജോഷുവ. മോശ ഇങ്ങനെ കൂടെ നടന്നു. മോശ പ്രാർത്ഥിക്കുമ്പം ജോഷുവ മാറി നിന്ന് വീക്ഷിക്കുമായിരുന്നു. മോശ മുട്ടയെ കുത്തിന്ന് പ്രാർത്ഥിക്കുമ്പം ദേ ഇപ്പുറത്ത് കുറച്ച് മാറി എൻ്റെ ചിന്തയിൽ ജോഷുവായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. മോശ പൂഴിമണ്ണിൽ കമന്ന് വീണ് പ്രാർത്ഥിക്കുമ്പോൾ ആരും കാണുന്നില്ല, ഇപ്പുറത്ത് ജോഷുവായതുപോലെ വീഴുമായിരുന്നു. കൊച്ചു പ്രായം മുതലേ ജോഷുവായ്ക്ക് മോശയോട് ഭയങ്കര സ്നേഹമായിരുന്നു. കൂടെ നിന്നു എന്ന് വേണം പറയാൻ, ചേർന്ന് നിന്നു. അവിടെ ജോഷുവ മോശയെ വിളിക്കുന്ന ഒരു വേർഡ് നമുക്ക് ഡൈജസ്റ്റ് ആകുന്ന ഒരു വേർഡ് അല്ല കേട്ടോ. മൈ ലോർഡ് മോസസ്, മൈ ലോർഡ് മോസസ് എന്ന് വെച്ചാൽ ആ ബന്ധമാണത്. മോശ ദൈവം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ബന്ധം, സ്നേഹം. ബൈബിളിലെ വാക്യം ഞാൻ വായിച്ചെന്നേ ഉള്ളൂ. മോശയോടുള്ള ആ ഡീപ്പ് കമ്മിറ്റ്മെന്റ്. ഒത്തിരി സംഭവങ്ങളുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. ഇനിയുള്ള വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാല്യക്കിനോട് യുദ്ധം ചെയ്യുക. നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. കണ്ടോ, നിയോഗിക്കുന്നു. കണ്ടോ, മോശ ആരെ നിയോഗിക്കുന്നു? ആളുകളെ തിരഞ്ഞെടുക്കാൻ ആരെ നിയോഗിക്കുന്നു? ജോഷുവയെ നിയോഗിക്കുന്നു. വേറെ ആരും ഇല്ലേ കൂട്ടത്തിൽ? എത്രയോ ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, വായിക്കാമെങ്കിൽ വായിച്ചോ. പുറപ്പാട് 24-ന്റെ 13-ാമത്തെ വാക്യം. പുറപ്പാട് 24-ന്റെ 13-ാമത്തെ വാക്യം. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ, മോശ സീനായി പർവ്വതത്തിലേക്ക് പോയപ്പോൾ മോശയുടെ കൂടെ ആരും എഴുന്നേറ്റു? യോശുവ എഴുന്നേറ്റു. എവിടെ പോകാൻ? ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് പോകാൻ. പക്ഷെ മോശ പർവ്വതത്തിൽ കയറി പോയപ്പോൾ ജോഷുവ എവിടെയായിരുന്നു? ജോഷുവ ആ താഴ്വാരത്തിന്റെ അടിത്തട്ടിലുണ്ടായിരുന്നു. ഇത് നിങ്ങൾ വളരെ ഗൗരവത്തോടൊന്ന് ശ്രദ്ധിക്കണം. മോശ സീനായിലോട്ട് കയറിപ്പോയി 40 രാവും 40 പകലും ഉപവസിക്കാൻ. ദൈവത്തിന്റെ അഗ്നിമയമായ വിരലുകൾ കൊണ്ട് കൽപ്പനകൾ 10 എഴുതി മോശയ്ക്ക് കൽക്കൊത്തി ലഭിച്ചു. പക്ഷെ മോശ പർവ്വതത്തിൽ നിന്ന് വളരെ തേജസ്സുള്ളവനായി പ്രാർത്ഥന കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മോശ ആദ്യം കണ്ട ആരെയാണെന്നറിയാവോ? ജോഷുവയെ. ജോഷുവ എവിടെ ഇരിപ്പുണ്ടായിരുന്നു? മോശ കയറിപ്പോയ പർവ്വതത്തിന്റെ തൊട്ട് താഴെ. മോശയുടെ സഹോദരൻ എന്തിയെ? അഹരോൻ. മിര്യം എന്തിയെ? കൂടെ നിന്നവരെല്ലാം എന്തിയെ? അതേ അപ്പുറത്ത് കാളക്കുട്ടിയൊക്കെ വാർത്തുണ്ടാക്കി അവരവിടെ വേറെ ചർച്ച തുടങ്ങി, ആരാധന തുടങ്ങി. കാരണം മോശ പോയി, അങ്ങ് പോയി എന്ന് കരുതി. ഇത്രയും നാളായിട്ട് കണ്ടില്ല, ഫുഡില്ല, വെള്ളമില്ല, ഒന്നുമില്ല. 40 ദിവസമായി. മോശ കഴിഞ്ഞു എന്ന് ചിന്തിച്ചു. മോശയെ കാണുന്നില്ല. പക്ഷെ ആ സമയത്തും ആ കൂട്ടത്തിന്റെ കൂടെ പോയി അസോസിയേറ്റ് ചെയ്യാതെ ഒരാൾ മാറി നിന്നു. ഒരാൾ മാറി നിന്നു. ദർശനത്തിന് വേണ്ടി മാറി നിന്നു.
ഉടമ്പടി ചെയ്തവനുമായിട്ടുള്ള ഉടമ്പടി നിലനിർത്തുവാൻ മാറി നിന്നു. അതാണ് പുറപ്പാട് 32:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. വായിക്കാമോ? മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി, സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിന് അവൻ, ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ കാളക്കുട്ടിയുടെയും നൃത്തത്തിന്റെയും ഒന്നും നടുവിൽ ആരില്ല? ജോഷുവ ഇല്ല. മോശെ വിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ജോഷുവയ്ക്കില്ല. മോശെ വിട്ടൊരു റൂട്ട് ജോഷുവയ്ക്കില്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നോ? ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മോശ കഴിഞ്ഞാൽ ജോഷുവ എന്നുള്ള സംഭവം ഉണ്ടായി എന്ന്? കഴിവുള്ളവരുണ്ട്, ന്യായപ്രമാണം അറിയാവുന്നവരും ഒരുപക്ഷെ പല 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 കഴിവുകളും ഉള്ളവർ അതിനകത്തുണ്ട്. പാടാൻ അറിയാവുന്ന മിരിയൊക്കെ ഉണ്ട്. മിരിയം തപ്പെടുത്ത് പാടിയതൊക്കെയല്ലേ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇല്ല, ജോഷുവയിലാണ് നിയോഗം. കാരണം അവനാണ് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് നിന്നത്, അസോസിയേറ്റ് ചെയ്തത്, വിശ്വസ്തത തെളിയിച്ചത്. അതെ, വിശ്വസ്തത തെളിയിക്കപ്പെടാനുള്ളതാണ്. വിശ്വസ്തത തെളിയിക്കപ്പെടാനുള്ളതാണ്. അത് നിനക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ തെളിയിക്കപ്പെടാനുള്ളതാണ്. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴും, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും, നിങ്ങളെ റീറൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ അത് തെളിയിക്കപ്പെടേണ്ടതാണ് വിശ്വസ്തത. അനുകൂല സാഹചര്യങ്ങളിൽ ഷോ ഓഫ് കാണിക്കുന്നതല്ല വിശ്വസ്തത. പ്രതികൂല സാഹചര്യങ്ങളിൽ പെയിൻഫുൾ എക്സ്പീരിയൻസുകളുടെ നടുവിലും ചങ്കും നെറ്റിയും കൊടുത്ത് കർത്താവിന് വേണ്ടിയും ഏറ്റെടുത്ത ദർശനത്തിന് വേണ്ടിയും നിലകൊള്ളുന്നതാണ് വിശ്വസ്തത. ആ വിശ്വസ്തതയാണ് ജോഷുവ അവിടെ കാണിച്ചത്. ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൈവം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. തിരുവെടുത്ത് പഠിക്കുമ്പോഴേ ഒത്തിരി പറയാനുണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് എനിക്ക് വരാനുണ്ട്. ഇന്നത്തെ സർവീസിന്റെ ഏറ്റവും ഒടുവിൽ വരെയും നിങ്ങൾ സഹകരിക്കണം. കർത്താവ് നിങ്ങളോട് ഇടപെടും. ഈ ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. ഈ ദാവീദിന്റെ കൂടെ കുറെ പേര് അസോസിയേറ്റ് ചെയ്തു. 400 പേരുണ്ടായിരുന്നെന്ന് എഴുതിയിരിക്കുന്നത്, 400 persons. ഒന്ന് വായിക്കാമോ? 1 Samuel chapter 22. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 2 വരെ. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. അത് ആരെങ്കിലും ലൈവ് ചാറ്റിൽ ആ വാക്യം ഒന്ന് ഇട്ടാൽ നല്ലതായിരിക്കും. 1 ശമൂവേൽ 22-ന്റെ 1-2 വാക്യങ്ങൾ. യെസ്. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനും ഒക്കെ അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. നോക്കിയേ, ദാവീദ് എന്ന് പറയുന്ന ദൈവത്തിന്റെ അഭിഷിക്തന് കിട്ടിയ വിശ്വാസികൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞെരുക്കം, കടം. ഒരെണ്ണത്തിന്റെ മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു. കടമുള്ളവര്, ഞെരുക്കമുള്ളവര്, സന്തോഷമില്ലാത്തവര്, ജീവിതം തകർന്നവര്, ഇങ്ങനെ 400 പേര് ദാവീദ് എന്ന അഭിഷിക്തന്റെ കൂടെ ജോയിൻ ചെയ്തു, അസോസിയേറ്റ് ചെയ്തു. ദാവീദ് അവരെ കൊണ്ടങ്ങ് പോയി. 2 വർഷക്കാലം ഈ അഭിഷിക്തന്റെ കൂടെയായിരുന്നു ഈ പറയപ്പെട്ടവർ. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എന്നാ വായിച്ചേ? ജ്ഞാനിയുടെ കൂടെ നടക്കുക എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നോ നീയും അതുപോലെയൊക്കെ ആകും. ദാവീദിന്റെ കൂടെ കൂടിയവർ കടമുള്ളവരും, സന്തോഷമില്ലാത്തവരും, തകർന്നവരും, ഞെരുക്കമുള്ളവരും, ബുദ്ധിമുട്ടുള്ളവരും, നിരാശരും, ആങ്സൈറ്റി ഉള്ളവരും, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു മുഴുവനും, ഈ 400 എണ്ണം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരാരായി തീർന്നെന്നറിയാവോ? അതൊന്ന് ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 1 ദിനവൃത്താന്തം 12, 1-2 വാക്യങ്ങൾ. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ
സിൽക്കാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിത് അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. ഈ കടഭാരമുള്ളവർ, ഈ ഞെരുക്കമുള്ളവർ, ഈ നിരാശരായി തീർന്നു? വീരന്മാരായി തീർന്നു, ശക്തന്മാരായി തീർന്നു. അതെ, ദൈവം നിന്റെ മേളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നീ ഉപയോഗിക്കുക. ഈ തലമുറയ്ക്കായി, അടുത്ത തലമുറയ്ക്കായി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തന്മാർ ദൈവരാജ്യത്തിൽ എഴുന്നേൽക്കട്ടെ, വീരന്മാർ ദൈവരാജ്യത്തിൽ എഴുന്നേൽക്കട്ടെ. അവരൊരു പക്ഷേ കടഭാരമുള്ളവരായിരിക്കാം, രോഗമുള്ളവരായിരിക്കാം, തകർന്നവരായിരിക്കാം, ഡിപ്രഷൻ ആയിരിക്കാം, ആങ്സൈറ്റി ഉള്ളവരായിരിക്കാം, ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരായിരിക്കാം. പക്ഷേ അഭിഷേകത്തിന്റെ പകർച്ച നിന്നെ നിലവാരമുള്ള വ്യക്തിയാക്കി തീർക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ഇതിന്റെ രണ്ടാമത്തെ വാക്യാണ്. അവർ വില്ലാളികളും വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ട് കല്ലെറിയുവാനും വില്ലുകൊണ്ട് അമ്പെയ്യുവാനും സമർത്ഥന്മാരുമായിരുന്നു. അവർ വലം കൈ കൊണ്ടും, എന്നെ ഒന്ന് നോക്കണേ, ശ്രദ്ധിക്കുന്നുണ്ടോ? അവർ വലം കൈ കൊണ്ടും ഇടം കൈ കൊണ്ട് എറിയുന്നവരായിരുന്നു. ഈ എറിയുടെ അഭിഷേകം ആർക്കാ? ഈ എറിയുന്ന അഭിഷേകം എന്റെ ഭാഷ പറഞ്ഞ ആർക്കാ? ആരാ ഗോലിയാത്തിനെ എറിഞ്ഞിട്ടേ? അപ്പൊ ദാവീദിന്റെ കൂടെ നിൽക്കുന്നവർ വെടിവെക്കുന്നവരായില്ല, എറിയുന്നവരായി. മനസ്സിലാവുന്നുണ്ടോ? നീ ആരുടെ കൂടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, നീ അതാവും. നീ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നീ ഉണർവിന്റെ ഭാഗമാകും. ഇല്ലെങ്കിൽ എവിടെങ്കിലും ഇങ്ങനെ ഒരു കസേരെ ഇരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മറുരൂപമലയെ കയറി വന്ന ഒരു ഇരിപ്പിരുന്ന് ഉറങ്ങി ഇരുന്നു. കൃപയാൽ ഇടയ്ക്കൊരുത്തൻ എഴുന്നേറ്റു. അവൻ ഉണർന്നതാണ് ബാക്കി എല്ലാ ഉണർവിന്റെയും പിറകിലെ രഹസ്യം. ആരെങ്കിലുമൊക്കെ ഒന്ന് ഉണരൂ. ഞാൻ ഇന്ന് ഇത് കാണുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, ഈ വചനം വളരെ വ്യക്തമാണ്. കടഭാരമുള്ളവരും ഈ ദാവീദിന്റെ കൂടി 400 എണ്ണം കൂടുമ്പോൾ ഇവർക്ക് എറിയാൻ അറിയില്ലായിരുന്നു. 2 കൊല്ലത്തെ ട്രെയിനിങ്ങാ അഭിഷിക്തന്റെ കൂടെ. വില്ലാളി വീരന്മാരായി തീർന്നു, അവർ ശക്തന്മാരായി തീർന്നു. പ്രൈസ് ഗോഡ്. അവർ ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്തു. അതാണ് അതിന്റെ പ്രോപ്പർ വേ. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല യുദ്ധം ചെയ്തേ. നമുക്ക് എറിയാനുള്ള കൃപ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുവാണല്ലോ. ശത്രുവിനിട്ട് എറിഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവസഭയ്ക്കകത്ത് കർത്താവിന്റെ രാജ്യത്തിൽ ദൈവകൃപ പ്രാപിച്ചവരുടെ ശ്രദ്ധയ്ക്ക് സംരക്ഷിക്കുക, ഈ ഉണർവിനെ സംരക്ഷിക്കുക, പ്രാപിച്ച അഭിഷേകത്തെ. God, your anointing. എൻ്റെ മേളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം പകർന്ന സാഹചര്യത്തിൽ ഞാൻ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ. പക്ഷെ ആ സമയത്ത് ആ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ പല വേദികളിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അന്ന് എൻ്റെ കൂടെ ഒത്തിരി പേര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അനേകരുടെ മേളിൽ ദൈവകൃപ വന്നു. പക്ഷെ പലരും ബിസിനസ്സും പരിപാടികളും ലോകപരമായ കാര്യങ്ങളായിട്ടൊക്കെ പോയി. പലരും ഇന്ന് ഫീൽഡിൽ ഇല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, God, your anointing. നിങ്ങൾക്ക് ലഭിച്ച ഈ വിലയുള്ള രത്നത്തെ, പവിത്രമായതിനെ സൂക്ഷിക്കുക, ശത്രു ചോർത്തിക്കളയാതെ ഗാർഡ് ചെയ്യുക. നിങ്ങളുടെ കണ്ണും ചെവിയും നിങ്ങളുടെ ജീവിതവും ലോകത്തിന് വിട്ടുകൊടുക്കരുത്. എൻ്റെ അനോയിന്റിങ് ഡ്രെയിൻ ആകുന്ന ബിഷപ്പ് ടി ഡി ജെയ്ക്സ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിന്റെ മേളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ശത്രുക്കളില്ല. കാരണം നിന്റെ മേളിൽ പകർന്നിരിക്കുന്ന അനോയിന്റിങ്ങിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന വേറൊരു പവർ ഈ ലോകത്തിലില്ല. പക്ഷെ നിന്റെ മേളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അത് നീയും നിന്റെ ചിന്തകളുമാണ്. നീ ചിന്തിക്കുന്നു ഞാൻ ഒന്നുമല്ല, നീ ചിന്തിക്കുന്നു എനിക്കൊരു കഴിവില്ല, നിങ്ങൾ തന്നെത്താൻ ചിന്തിക്കുന്നു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾ തന്നെത്താൻ ചിന്തിക്കുന്നു ഇതൊന്നും ശരിയല്ല, ഒതുങ്ങിപ്പോവും. പക്ഷെ നിങ്ങളെ
ഒതുക്കാത്തിടത്തോളം, നിങ്ങൾക്ക് പരിമിതികൾ ചിന്തകൾ കൊണ്ട് വെക്കാത്തിടത്തോളം നിന്റെ മേളിൽ പകർന്ന അഭിഷേകം നിന്നെ വളർത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ദാവീദിനെ കൂടെ അസോസിയേറ്റ് ചെയ്തവർ, ആ അഭിഷിക്തന്റെ കൂടെ നിന്നവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയുന്ന വീരന്മാരായി തീർന്നു. റൈറ്റ് അസോസിയേഷൻ, റൈറ്റ് കണക്ഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു സത്യമാണ്. യേശു കർത്താവിൻ്റെ കൂടെ 12 ശിഷ്യന്മാർ കൂടെ കൊണ്ട് നടന്നു. ജ്ഞാനിയുടെ കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെ അന്ത്യോക്യയിൽ വെച്ച് ജനം കണ്ടപ്പോൾ ഇവരെ യേശു എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അന്ത്യോക്യയിൽ വെച്ച് ആദ്യം ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ലഭിച്ചു. അവരുടെ പ്രവൃത്തിയും അവരുടെ വാക്കും പ്രസംഗവും ശുശ്രൂഷയും എല്ലാം യേശുവിനെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഈ റൈറ്റ് അസോസിയേഷൻ്റെ ഒരു ചെറിയ ചിന്ത ഒത്തിരി ഉണ്ട്. യേശു കർത്താവ് ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കാനായിട്ടൊരു വീട്ടിലോട്ട് കയറിയപ്പോൾ എന്നാ ചെയ്തു? ആ വീട്ടിൽ അകത്ത് കരയുന്നവരെയും നിലവിളിക്കുന്നവരെയും എല്ലാം പുറത്തിറക്കി. എല്ലാവരും വെളിയിറങ്ങിക്കാൻ പറഞ്ഞു. എല്ലാവരെയും പുറത്തിറക്കി അല്ലേ? എന്നിട്ടാണ് ആ കൊച്ചിനെ എന്ത് ചെയ്തേ? ഉയർപ്പിച്ചേ. പത്രോസിന്റെ കാലഘട്ടത്തിൽ തബീതായെ ഉയർപ്പിക്കുന്ന സമയത്തിൽ പത്രോസ് എന്നാ ചെയ്തേ? വീടിനകത്തോട്ട് കയറി എല്ലാവരെയും വെളിയിലിറക്കി. എല്ലാവരും പുറത്തിറങ്ങാൻ പറഞ്ഞു. കഥ കടച്ചു, മുട്ടുകുത്തി, കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് എവിടുന്ന് പഠിച്ച പുള്ളി ഈ പത്രോസ്? സ്തോത്രം. ഞാനതാ പറയുന്നത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില സഭകളിലൊക്കെ ഭൂതളകിയാലേ ആൾക്കാർ പേടിച്ചു. ബൈബിളൊക്കെ എടുത്ത് ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, പേടിച്ചേച്ചു. കാരണം അവിടെ ആദ്യമായിട്ട് ഇളകിയതാ, കണ്ടിട്ടില്ല അതൊന്നും. അതാണ്ട് ഞാൻ ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഭൂതങ്ങളൊക്കെ ഇളകുമ്പോഴേ ഇവിടുത്തെ പിള്ളേരൊക്കെ നോക്കുക, പോന്നില്ലേ എന്നാ ചോദിക്കുന്നേ. കാരണം അവര് സ്ഥിരം കാഴ്ചയാണ് അവർക്കത്. ഭൂതം വിട്ടുപോകുന്നു, രോഗി സൗഖ്യമാകുന്നു, ദൈവപ്രവർത്തികൾ അവർ സ്ഥിരമായിട്ട് കാണുകയാണ്. ചിലയിടത്ത് ഇവൻ സൗഖ്യമാകുമോ എന്നാ ചിന്തിക്കുന്നേ. ഇവിടുത്തെ തലമുറ ചിന്തിക്കുന്ന, ഇവൻ എന്നാ സൗഖ്യമാകാത്തേ, നടക്കുന്നില്ലല്ലോ, ഒന്ന് നല്ലോണം പ്രാർത്ഥിക്കൂ എന്നാ പറയുന്നേ. കാരണം അവൻ്റെ അകത്ത് ഫെയ്ത്താണ്. അവൻ എഴുന്നേക്കും, അവൻ സൗഖ്യമാകും. കാരണം ഇതിൽ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല കാര്യങ്ങൾ കാണിച്ച് വളർത്തുക, ദൈവപ്രവൃത്തി കാണിച്ച് വളർത്തുക, ഉണർവുകളെക്കുറിച്ച് പറയുക, സുവിശേഷീകരണത്തെക്കുറിച്ച് പറയുക. അടുത്തൊരു തലമുറയെ കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ അവൻ്റെ രാജ്യത്തിന് വേണ്ടി പണിത് ഉയർത്തുക. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ നടന്നവർ പിന്നത്തേതിൽ ശക്തന്മാരായില്ലേ, അഭിഷിക്തന്മാരായില്ലേ? ഞാൻ ഉറപ്പായും പറയട്ടെ, ഒരു മോശയില്ലാതെ ഒരു ജോഷുവ ഇല്ല, ഒരു ദാവീദില്ലാതെ 400 വീരന്മാരില്ല, ഒരു ഏലിയാവില്ലാതെ ഒരു എലീശ ഇല്ല, അഭിഷിക്തനായ ക്രിസ്തുവില്ലാതെ അഭിഷിക്തരായ ശിഷ്യന്മാരില്ല, ഒരു അനന്യാസ് ഇല്ലാതെ പൗലോസ് ഇല്ല, ഒരു പൗലോസ് ഇല്ലാതെ ഒരു തിമോത്തി ഇല്ല. റൈറ്റ് അസോസിയേഷൻ, റൈറ്റ് കണക്ഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എലിയാവിൻ്റെ എലീശയുടെയും ഇവരെല്ലാം എക്സൈറ്റഡ് ആണ് അത് കേൾക്കാൻ. അതുകൂടെ പറഞ്ഞ് നിർത്താനുള്ള നേരമേ ഉള്ളൂ. ചരിത്രം ഒന്ന് വായിപ്പിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്നു വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏലിയാവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, യാത്ര ചെയ്യുന്ന എലീശ എന്ന പ്രവാചകനെ നിങ്ങൾക്കിവിടെ കാണാം. എലീശ ഒരു പ്രവാചകനായിട്ടല്ല ഏലിയാവിൻ്റെ കൂടെ നിൽക്കുന്നത്.
ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷകനായിട്ടാണ്. അത് വായിപ്പിക്കാം. എന്നാൽ ഏലിയാവ് എടുക്കപ്പെടുന്ന സമയമായപ്പോൾ എലീശായോട് ഏലിയാവ് ചോദിച്ചു, ഞാൻ എടുത്തുകൊള്ളപ്പെടും മുൻപേ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചു കൊള്ളുക. നിങ്ങൾ ആ വാക്ക് കേട്ടോ, എന്ത് ചോദിക്കാൻ കേട്ടോ. കാരണം ഈ നിൽക്കുന്ന ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനില്ലേ, വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതവിടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെടുക. എന്തും ചോദിക്കാം. ഏലിയാവ് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തുനിന്ന് തീ ഇറങ്ങി വരും. യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെടും. മരിച്ച പൈതൽ ഉയർക്കും. കലത്തിലെ മാവും എണ്ണയും വർദ്ധിക്കും. പുള്ളി വാ തുറന്ന് എന്ത് പറഞ്ഞാലും നടക്കും. ആ മനുഷ്യൻ കൂടെ നിൽക്കുന്നവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് പറയുക. കാരണം ഞാൻ വാ തുറന്ന് എൻ്റെ ദൈവത്തോട് എന്ത് പറഞ്ഞാലും അത് നിനക്ക് കിട്ടും. എലീശായ്ക്ക് വേണമായിരുന്നു എന്ത് ചോദിക്കായിരുന്നു കേട്ടോ. ഇന്നത്തെ എലീശമാരായിരുന്നു എന്നാ ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അവരുടെയൊക്കെ മനസ്സിലൂടെ എന്തായിരിക്കും പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ബിഷപ്പിൻ്റെ ഒരു മെസ്സേജിന്, മർത്തോമാ സഭയിലുള്ള ഒരു ബിഷപ്പിൻ്റെ ഒരു മെസ്സേജ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ മരാമൺ കൺവെൻഷൻ്റെ ഇങ്ങനെ യൂട്യൂബിൽ കിടന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് അദ്ദേഹം പറയുമായിരുന്നു, പണ്ടത്തെ പ്രസംഗം കേട്ടോ, 98, 99 ഒരു മെസ്സേജാണ്. അദ്ദേഹം അതിൽ പറയുമായിരുന്നേ, പണ്ടത്തെയൊക്കെ കാലത്ത് ഉപദേശിമാരുടെ എല്ലാം പ്രസംഗം ലാസറിനെ കുറിച്ചായിരുന്നു. ഇന്നവർക്ക് ലാസറൊന്നും വേണ്ട, അവർക്കെല്ലാം മിസ്തുബുഷി ലാൻസർ മതിയെന്ന്. മിസ്തുബുഷി ലാൻസർ എന്നൊരു വണ്ടി ഉണ്ടായിരുന്നുണ്ട്. ലാസറിനെ പ്രസംഗിച്ചവരെല്ലാം ലാൻസറിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. നിന്റെ കൊതി എന്തിലാണ്? നിന്റെ ആഗ്രഹം എല്ലാം കർത്താവ് തരുമെന്നേ, എല്ലാം തരുമെന്നേ. പക്ഷേ നിന്റെ പ്രഥമ ആഗ്രഹം എന്തിലാണ്? നീ എന്തിനു വേണ്ടി കൊതിക്കുന്ന വ്യക്തിയാണ്? ഹല്ലേലൂയ. എലീശ എലിയാവിനോട് പറയുന്നു, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഐ നീഡ് ഡബിൾ പോർഷൻ ഓഫ് യുവർ സ്പിരിറ്റ്. നിന്റെ മേളിൽ കിടക്കുന്ന ആത്മാവിന്റെ ആ ഡബിൾ പോർഷൻ എൻ്റെ മേൽ വരണം. കാരണം തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവേ, ഒന്നുമല്ലാതിരുന്ന അങ്ങേ എല്ലാമാക്കി തീർത്തത് അങ്ങയുടെ മേലുള്ള ഈ അനോയിന്റിംഗ് ആണ്, അഭിഷേകമാണ്. പറയാനൊരു കുടുംബ പേരുമില്ലാത്ത, വംശാവലിയില്ലാത്ത അങ്ങേ തലമുറകൾക്ക് അനുഗ്രഹമാക്കി തീർത്തത് അങ്ങയുടെ മേൽ വെളിപ്പെട്ട ഈ ആത്മശക്തിയാണ്. ഈ ആത്മശക്തി ഇല്ലെങ്കിൽ അങ്ങൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഇതെപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് അറിയാൻ പ്രിയപ്പെട്ടവരെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരെല്ലാം കൂടെ യോർദാന്റെ മുമ്പിൽ വന്നു. യോർദാന്റെ മുമ്പിൽ വന്നപ്പോൾ ഏലിയാവ് തന്റെ മേളിൽ കിടന്ന പുതപ്പെടുത്ത് യോർദാനെ അടിച്ച് യോർദാൻ അങ്ങ് രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ആ ഉണങ്ങിയ നിലത്തൂടെ ഇവർ നടന്ന് മുന്നോട്ട് പോയി. ഏലിയാവ് എലീശയെ മറുകര എത്തിയപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷോക്കിംഗ് മാറിയിട്ടില്ല പുള്ളിക്ക്. ഇതെന്നെ ഈ നടന്ന് എന്നെ സംഭവം ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻ, ഞാൻ നിനക്ക് വേണ്ടി എന്നാ ചെയ്യേണ്ടിയെന്ന്. ഒരുത്തൻ്റെ മേളിൽ കിടന്ന, തൻ്റെ യജമാന്റെ മേളിൽ കിടന്ന, തൻ്റെ അഭിഷിക്തൻ്റെ മേളിൽ കിടന്ന അനോയിന്റിങ്ങിനെ വ്യക്തിപരമായി താൻ കണ്ടു. അത് നിമിഷങ്ങൾക്ക് മുമ്പ് ചെയ്യുന്നൊരു പ്രവൃത്തിയെ കണ്ടപ്പോൾ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതാ പറഞ്ഞത്, എനിക്ക് നിന്റെ മേളിൽ കിടക്കുന്ന ആത്മാവിനെ വേണം. അനോയിന്റിങ്, ആ ഇംപാർട്ടേഷൻ എനിക്ക് വേണം. പക്ഷേ എലീശ അത് പ്രാപിച്ചു കേട്ടോ, കിട്ടി പുള്ളിക്കത്. ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി എലീശായെ ദൈവം ഉപയോഗിച്ചു. പക്ഷെ ആ എലീശായെ തിരഞ്ഞെടുക്കുന്ന ഒരു രംഗമുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ചിലർ. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 19, 16 മുതൽ 21 വരെയുള്ള വാക്യം. 19, 1 രാജാക്കന്മാർ 19, 16 മുതൽ. നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹാലിയിൽ നിന്നുള്ള സാഫത്തിന്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുകയും വേണം. അസേലിന്റെ വാളിന് തെറ്റുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിന് തെറ്റുന്നവനെ എലീശ കൊല്ലും. 19 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫത്തിന്റെ മകനായ എലീശായെ കണ്ടെത്തി. അവൻ 12 ഇർക്കാളെ പൂട്ടി ഉഴവിച്ചുകൊണ്ടിരുന്നു. 12ാമത്തതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം.
അതിന് ഏലീശ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ ചെന്ന് ഒരേർക്കാളെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്നു. അവന് ശുശ്രൂഷകനായി തീർന്നു. ഹല്ലേലൂയ. ഈ ഏലിയാവ് ആത്മനിയോഗത്തിൽ ഇതാ എലീശയെ തിരക്കി ചെല്ലുന്നു. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹാലിൽ നിന്നുള്ള സാഫത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. ദൈവദാസനെ, ആത്മീക സമൂഹം ശ്രദ്ധിക്കേണ്ടതായ ഒരു സത്യമുണ്ട് കേട്ടോ. നിങ്ങളെ ദൈവത്തിന് അഭിഷേകം ചെയ്യുവാൻ, ദൈവത്തിന് നിങ്ങളിലേക്ക് ചിലത് പകർന്നു തരുവാൻ നിങ്ങൾക്ക് മുൻപേ ദൈവം ചിലരെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അകത്തുനിന്ന് പോലെ ഇത് ആത്മീയർക്കേ മനസ്സിലാവൂ. ജഡീകമായി ചിന്തിക്കുന്നവർക്ക് ഒരു അക്ഷരം പിടികിട്ടുകയില്ല. ഇത് ആത്മീയർക്കേ പിടികിട്ടുള്ളൂ. നിങ്ങളുടെ മേളിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുവാൻ നിങ്ങൾക്ക് മുൻപേ ദൈവം ഒരു വ്യക്തി അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ലിസ്റ്റ് പറഞ്ഞില്ലേ? മോശയില്ലാതെ ജോഷുവ ഇല്ല, ദാവീദില്ലാതെ 400 വീരന്മാരില്ലെന്ന്. പക്ഷെ ദാവീദിനോട് എനിക്കൊന്ന് പറയാനുണ്ട്, ഒരു സാമുവേൽ ഇല്ലാതെ ഒരു ദാവീദില്ല. ദാവീദ്, നിനക്ക് മുൻപേ ദൈവം അഭിഷേകം ചെയ്ത ഒരു സാമുവേലിനെ എന്തിനു നിന്റെ വീട്ടിൽ വിട്ടു? നീ പാടുന്നവൻ, ആരാധിക്കുന്നവൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ, കാട്ടിൽ വെച്ച് നിന്നെ പിടിച്ച് ദൈവത്തിനങ്ങ് അഭിഷേകം ചെയ്തുകൂടെ? നോ. നിങ്ങൾ റൂട്ട് തെറ്റിക്കാം, പക്ഷെ ദൈവം തന്റെ റൂട്ട് തെറ്റിക്കില്ല. ദൈവം ആ കറക്റ്റ് റൂട്ടിലേ നിൽക്കുള്ളൂ. നിംഷിയെയും നിംഷിയുടെ മകനായ യേഹൂവിനെയും ആബേൽ മൊഹാലിയിൽ നിന്നുള്ള സാഫത്തിന്റെ മകനായ എലീശായെയും ദൈവത്തിന് അങ്ങോട്ട് ഡയറക്റ്റ് പോയി അഭിഷേകം ചെയ്തൂടെ? ഇല്ല. അവർക്ക് മുൻപേ ദൈവം അഭിഷേകം ചെയ്തൊരു ഏലിയാവിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. റൈറ്റ് അസോസിയേഷൻ, റൈറ്റ് കണക്ഷൻ. ഏലിയാവ് അവിടെ ചെന്നു. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. യേഹൂവിനെ എങ്ങനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്? രാജാവായി. ഒന്ന് വേണേ നോട്ട് ചെയ്തോ. നമ്പർ 1, കിങ്ലി അനോയിന്റിങ്, രാജകീയ അഭിഷേകം. എലീശ എങ്ങനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്? പ്രവാചകനായി, പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. ബൈബിളിൽ പ്രധാനമായി കാണുന്ന 3 അഭിഷേകങ്ങളുണ്ട്. നമ്പർ 1, പ്രീസ്ലി അനോയിന്റിങ്, പൗരോഹിത്യ അഭിഷേകം, പുരോഹിതനായിട്ടുള്ള അഭിഷേകം. എന്താ പൗരോഹിത്യ അഭിഷേകത്തിന്റെ പ്രത്യേകത? പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? പുരം, സ്വർഗം, ഹിതം, ഇഷ്ടം. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ദൈവഹിതം ചെയ്യുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ആത്മീക ശുശ്രൂഷ ചെയ്യുവാൻ, ചർച്ചിലെ, സഭയിലെ, പള്ളിയിലെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഉള്ള അഭിഷേകം. നമ്മുടെ എല്ലാ പാസ്റ്റേഴ്സിന്റെ മേളിലും അത് വരട്ടെ. നമ്പർ 2, കിങ്ലി അനോയിന്റിങ്, രാജകീയ അഭിഷേകം. അതൊന്നും എനിക്ക് ഓൺലൈനിലൂടെ പറയാൻ താല്പര്യമില്ല. കാരണം നിന്റെ നല്ല മുത്തുകളെ നല്ല സ്ഥലത്തെ ഇടാവുന്നേ പറഞ്ഞിരിക്കുന്നത്. നല്ല മുത്തുകളൊക്കെ ഇടാം നമുക്ക്. കിങ്ലി അനോയിന്റിങ്, അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ലല്ലോ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന്. രാജകീയ അഭിഷേകം. നമ്പർ 3, പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്, പ്രവാചകനായിട്ടുള്ള അഭിഷേകം. ഇത് 3ഉം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ പ്രധാനപ്പെട്ട 2 കാര്യവും ദൈവം പറഞ്ഞത് ഏലിയാവിനോടാണ്. അങ്ങനെ ഏലിയാവ് പുറപ്പെട്ടിട്ട് എവിടെ ചെന്നു? എലീശായെ കണ്ടെത്തി. അവൻ എന്ത് ചെയ്യുമായിരുന്നു? 12 കാളെ പൂട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൺലൈനിൽ എന്നെ കാണുന്നവരോട് ഒരു ക്വസ്റ്റ്യൻ. ഏലിയാവിന്റെ പുതപ്പ് എലീശായുടെ മേൽ എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ട്? ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേൽ വന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 തവണ വന്നിട്ടുണ്ട്. 2 തവണ. നിങ്ങൾ ആദ്യം വായിച്ചത് ഡബിൾ പോർഷൻ അനോയിന്റിങ് അവനിൽ വരുന്നതാണ്, ഇരട്ടി പങ്ക്. പക്ഷെ അതിനു മുമ്പൊരു സംഭവം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-19 വാക്യത്തിൽ നടന്നു. അതെന്നാന്നറിയാവോ? ഈ എലീശ കാളയെ പൂട്ടിക്കൊണ്ടിരുന്നപ്പോ, ഉഴുതുകൊണ്ടിരുന്നപ്പോ ഏലിയാവ് പുറകെ ചെന്നിട്ട് അവന്റെ മേലിൽ കിടന്ന തലീത്ത്, ആ പുതപ്പ് എലീശയുടെ മേളിലിട്ടു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് അനോയിന്റിങ് ഇമ്പാർട്ട് ചെയ്താണോ? അല്ല, ദാറ്റ് ഈസ് എ സ്പിരിച്വൽ കവറിങ്. ഏലിയാവിന്റെ കവറിങ്ങിനകത്ത്
ആദ്യം എലീശയെ കയറ്റി. അവൻ സകലതും വിട്ട് അവനെ അനുഗമിച്ചു. ആ കവറിങ്ങിനകത്ത് കയറിയവന്റെ മേളിലാണ് ഫൈനലി രണ്ടാമത്തെ പുതപ്പ് വീഴുന്നത്, ഡബിൾ പോർഷൻ. We need the spiritual covering. നിങ്ങളൊരു ആത്മീയ അനാഥയായി ജീവിക്കരുത്. താങ്ക് യു ലോർഡ് ജീസസ്. അവൻ സകലതും വിട്ട് അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തില് ഈ എലീശായുടെ വാല്യൂ എന്ന് പറയുന്നത് തന്നെ ഏലിയാവിൻ്റെ കൂടെ നിന്നാ. ഒന്ന് വായിച്ചു നോക്കി, പറയുന്നത് ശരിയാണോ എന്ന്. 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്തേ, 3:11 വായിച്ചേ. 2 രാജാക്കന്മാർ 3:11. എന്നാൽ യഹോശഫാത്ത്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ ഏലിശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം യഹോശാഫത്ത് രാജാവിന്റെ കാലഘട്ടത്തിൽ യഹോശാഫത്തിനൊരു ദൂത് കേൾക്കണം. അപ്പൊ യഹോശാഫത്ത് ഇങ്ങനെ പ്രവാചകന്മാരാരെങ്കിലും അഭിഷിക്തന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പം ആ കാലഘട്ടത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുക ആര്? എലീശ. പക്ഷെ ഏലീശായെ ആ നാട്ടുകാരറിയുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു രാജ്യത്തിന്റെ പ്രഥമ പുരുഷനല്ലേ ഇത് ചോദിച്ചേ. രാജ്യം അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? 9 കൃപാവരമുള്ളവൻ. അങ്ങനൊന്നും അല്ല, ഭയങ്കര പുള്ളി, അങ്ങനൊന്നുമല്ല. എലീശയെ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഏലിയാവുന്നൊരു അഭിഷിക്തൻ ഉണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ കൂടെ നിന്നവൻ, അവന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവൻ. സ്തോത്രം. തിരുവെഴുത്തുകളെ കേൾക്കുമ്പം കണ്ണ് തുറക്കുന്നവരുണ്ട്, കണ്ണിങ്ങനെ അടച്ചു കളയുന്നവരുണ്ട്. കണ്ണ് തുറക്കുന്നവർ യാത്ര ചെയ്യും, കണ്ണടച്ച് നിൽക്കുന്നവൻ അവിടെ നിൽക്കും, അനങ്ങുകയല്ല. അവന് യാത്രയില്ല, അവന് മുമ്പോട്ടൊരു ഡെസ്റ്റിനി കാണില്ല. പക്ഷെ കണ്ണ് തുറക്കുന്നവൻ മുന്നോട്ട് യാത്ര ചെയ്യും. ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. എലീശ എലിയാവിന്റെ കൂടെ നടന്നു എന്ന അറിവാണ്. അപ്പം യഹോശാഫത്തിനുള്ള വെളിപ്പാടേലും വിശ്വാസിക്കുണ്ടാകണം. എന്തായിരുന്നു യഹോശാഫത്തിനുള്ള വെളിപ്പാട്? കൂടെ നിന്ന ബാല്യക്കാരന് ഏലിയാവിന്റെ കൂടെ നടന്നവനല്ലേ? ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവനല്ലേ? മുല്ലപ്പൂമ്പിടി ഏറ്റ് കിടക്കും, കല്ലിനും ഉണ്ടാകും ആ സൗരഭ്യം. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെല്ലാം കേട്ടോണം. ഉണ്ടാകണം, ഉണ്ടാകണം, ഉണ്ടാകണം. ശിഷ്യന്മാരെ കുറിച്ച് അങ്ങനെ ഒരു കുറച്ചിൽ പറയാനുണ്ടായിരുന്നു കർത്താവിന്റെ കാലത്ത്. ഒരു ബാലകനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി. കർത്താവ് വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ ശിഷ്യന്മാര് തലങ്ങും വലങ്ങും പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം കർത്താവ് വരെ നോക്കി പറഞ്ഞു, അവിശ്വാസം കോട്ടമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടി ഇരിക്കും. ഈ മുല്ലപ്പൂമ്പിടി ഏറ്റ് കിടക്കുന്ന കല്ലിനും ആ ഒരു സൗരഭ്യമൊക്കെ ഉണ്ടാകണ്ടേ? ആരുടെ ഒപ്പമാണോ നിൽക്കുന്നത് അവന്റെ ഒരു അല്പ സ്റ്റാൻഡേർഡെങ്കിലും കൂടുള്ളവർ കാണിക്കണ്ടേ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആത്മീയ സമൂഹത്തോടായി പറയുന്നേ. ഹല്ലേലൂയ. ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേൽ വീഴാനുള്ളതിന്റെ കാരണം ആ തേഴ്സ്റ്റ് ആയിരുന്നു. തൊടാൻ നേരെയില്ല. ഗിൽഗാലിൽ വെച്ചിട്ട് ഏലിയാവ് അവനെ അവോയ്ഡ് ചെയ്തു. ബഥേലിൽ വെച്ച്, ജെറിക്കോയിൽ വെച്ച്, ജോർഡാനിൽ വെച്ച് എല്ലാം അവോയ്ഡ് ചെയ്തു. പക്ഷേ ആ അനോയിന്റിങ്ങിന് വേണ്ടി അവൻ നിലനിന്നു. അഭിഷേകത്തിന്റെ പുതപ്പ് അവന്റെ മേൽ വീണു, അവൻ ശക്തനായി മാറി. അഭിഷേകം നിങ്ങളെ വ്യത്യസ്തരാക്കും. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളെ അധികാരമുള്ളവരാക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സഹായിക്കും. ദാഹമുള്ളവരാകുക, വിശ്വാസമുള്ളവരാകുക. എപ്പോഴും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും നിങ്ങളുടെ ആത്മീയ നിലവാരത്തിനും നിങ്ങളുടെ വിളിക്കും ഒത്ത വ്യക്തികളുമായി അസോസിയേറ്റ് ചെയ്യുക.